ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമുക്ക് ഭാഗവത തത്വങ്ങൾ ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഗീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ ഹൃദായ കൃപപ്രദായിനി ഗൗരഗതാദാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാസവാലവീ ദേവി ദൈതായി പ്രഭാവി കൃഷ്ണ സംബന്ധ വിജ്ഞാന ദായിനി പ്രഭവേ നമ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിഗ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗ വിരുദ്ധ സിദ്ധാന്ത ദ്വന്ദ്ഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയനാം സുരദോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വം പാദാംബോജോ രാധാമതിർമോഹനോ ദിവ്യത്വന്ദാരണ്യകൽപദ്രുമദ. ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവ പൃഷ്ഠാലവേ സേവ്യമാനഃ സ്മരാമി. ശ്രീമദ്രസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്മനേ ഗോപിൻ ഗോപിനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തിവൃന്ദ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. मुखं करोति वाचालं भङ्गं भङ्गायति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण. ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഗോക്കളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് നമുക്കറിയാം. പശുക്കൾ, കാളകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ സത്സംഗങ്ങളിൽ നിന്നും പഠിച്ചത്. അപ്പോൾ ഈ പരീക്ഷിത് മഹാരാജ് കാണുന്ന
കാഴ്ച ശൂദ്രനായിട്ടുള്ളൊരു വ്യക്തി ഭരണാധികാരിയുടെ വേഷത്തിൽ ഇരുന്നു കൊണ്ട് കാളയെ കൊല്ലാൻ നോക്കുകയാണ്. കാളയുടെ 3 കാലും തല്ലി ഒടിച്ചു. ഇനി ഒരു കാലിലാണ് ആ കാള നിൽക്കുന്നത്. ഈ കാള സാധാരണ കാളയല്ല, ധർമ്മമാണ്. അന്നേരം പരീക്ഷത്ത് കാണുന്ന രംഗമാണിത്. പരീക്ഷത്ത് മഹാരാജ് കാണുക. ഇതേ സമയത്ത് ഭൂമി ദേവി ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം കാള എന്ന് പറയുന്നത് പശുവിൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഭൂമിയിൽ എത്രത്തോളം കാലം ധർമ്മമുണ്ടോ അത്രത്തോളം കാലം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ആ ഭഗവാന്റെ സാന്നിധ്യമാണ് ഭൂമി ദേവിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. അധർമ്മം വളരെ ശക്തമാകുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യം. അന്നേരം അധർമ്മം വളരെ ശക്തമായിട്ട് വളരുന്ന സമയത്താണ് ഭഗവാൻ അവതരിക്കുന്നത്, ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി. നിങ്ങൾ പുരാണങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അവതരിക്കുന്ന എപ്പോഴും ഭൂമി ദേവിയുടെ വിഷമങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ദേവന്മാരുടെ അടുത്ത് പോകുന്നു. ദേവന്മാർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. ദേവന്മാരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് പരിഹരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മദേവൻ്റെ അടുത്തെത്തുന്നു, മഹാദേവൻ്റെ അടുത്തെത്തുന്നു, ഒടുവിൽ ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠനാഥൻ്റെ അടുത്തെത്തുന്നു. അങ്ങനെ ഭഗവാനാണ് ഒടുവിൽ അതിന് പരിഹാരം നൽകുന്നത്. ഇവിടെ അതേപോലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ്, അതിൽ ദുഃഖിച്ച് ഇരിക്കുകയാണ്. ഒന്ന്, ഇത്രയും കാലവും ഭഗവാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഭൂമി ദേവി. നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് ഗുരുവായൂരപ്പൻ. ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും നിൽക്കുന്നത്. നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പുണ്യ ആത്മാക്കൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കലിയുഗവാസികളാണ്. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടെല്ലാം ഒരു വൈമുഖ്യം നമ്മൾ കാണിക്കും, താല്പര്യമില്ലാതെ ഇരിക്കാം. കാരണം ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് നമുക്ക് തോന്നും. കാരണം നമുക്ക് അത്രത്തോളം പുണ്യം ആർജിച്ചിട്ടില്ല, ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കും. അന്നേരം ദേവലോകവാസികൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഓരോരോ വിഭാഗത്ത് പ്രവർത്തിക്കുന്ന ആ വ്യക്തികൾക്ക്, അതായത് ഭൂമിയുടെ നിലനിൽപ്പ് ഭൂമി ദേവിയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അന്നേരം ആ ഭൂമി ദേവി, അങ്ങനെയുള്ള അഗ്നിദേവൻ, വായുദേവൻ, ദേവേന്ദ്രൻ, അങ്ങനെ എല്ലാ ദേവന്മാർക്കും ഭഗവാനുമായിട്ട് ഒരു വളരെ ക്ലോസ് ബന്ധമുണ്ട്. അവർക്കെല്ലാം അറിയാം, സാക്ഷാൽ ബ്രഹ്മദേവനും മഹാദേവനും എല്ലാവർക്കും ഭഗവാനുമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഭഗവാനോടൊരു ആദരവും ബഹുമാനവും സർവോപരി ഭക്തിയും ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അന്നേരം ഭൂമി ദേവി ആ ഒരു വിരഹത്തിലും കൂടി ഇരിക്കുകയാണ്. അന്നേരം ഈ ശൂദ്രനായിട്ടുള്ള വ്യക്തി, അത് കലിയാണ്, സാക്ഷാൽ കലിയാണ്. ആ കലി ധർമ്മദേവനെ ഇങ്ങനെ ദ്രോഹിക്കുന്നതായിട്ട് പരീക്ഷത്ത് കാണുകയാണ്. അന്നേരം ആ കലിയെ ശ്രദ്ധിക്കുന്നതിന് പകരം ആദ്യം പരീക്ഷത്ത് ശ്രദ്ധിച്ചത് കാളയുടെ ഈ വളരെ ദുരിതാവസ്ഥയാണ്. അന്നേരം അത് കണ്ടിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ധർമ്മദേവൻ എന്താ പറഞ്ഞതെന്നറിയോ? കാളരൂപത്തിൽ ഇരിക്കുന്ന ധർമ്മദേവൻ പറഞ്ഞു, എൻ്റെ ദുരിതങ്ങൾക്ക് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില വ്യക്തികൾ പറയും അവരവർ തന്നെയാണ് അവരുടെ ദുരിതങ്ങൾക്ക് കാരണമെന്ന്. ചില വ്യക്തികൾ പറയും ദൈവിക ശക്തികളാണ് ഇതിൻ്റെ കാരണമെന്ന്. ചില വ്യക്തികൾ പറയും നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ചില വ്യക്തികൾ പറയും ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ്. എന്നാലോചിച്ചോക്കണേ, ഇതിലേതാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിൻ്റെ കാരണം? ഈ എല്ലാ കാരണങ്ങളുമുണ്ട്. അതായത് ഒന്ന്, നമ്മൾ സ്വയം നമ്മൾ എടുത്ത തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ. രണ്ടാമത് ദൈവിക ശക്തികൾ, അതായത് ഗ്രഹങ്ങളുടെ അവസ്ഥകളോ അതൊക്കെ.
പിന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, അത് കൂടാതെ ഈ പ്രകൃതി ഇങ്ങനെയായതുകൊണ്ട്, നമ്മൾ ഈ താമസിക്കുന്നത് മായാലോകത്തായതുകൊണ്ട്, അന്നേരം ഈ കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ ദുരിതം സംഭവിക്കും. ഒന്നുകിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രഹദോഷങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, അത് കൂടാതെ പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടുള്ള ദുരിതങ്ങൾ. എന്നിട്ട് ഇതെല്ലാം ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, അത് കാരണം തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ തെറ്റായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളായിട്ട് വരുന്നു. എന്നാൽ ആ ദുരിതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി ഗ്രഹങ്ങൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അശുഭ നിമിഷങ്ങൾ കൊണ്ടുവരും. അതിനനുസരിച്ച് ഈ പ്രകൃതിയുടെ ആ കാലചക്രം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് പ്രകൃതി മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ധർമ്മദേവൻ പറഞ്ഞത്. എന്നിട്ട് ധർമ്മദേവൻ പറഞ്ഞു, അതുകൊണ്ട് ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല, തർക്കിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദുഃഖം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെ അങ്ങയുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കൂ, എൻ്റെ ഈ ദുരിതത്തിന് കാരണം ആരാണ്. ഇതിൽ ഒരു താത്വികപരമായിട്ടുള്ള ഒരു ഉത്തരമാണ് ധർമ്മദേവൻ നൽകുന്നതെങ്കിലും അത് കൂടാതെ യാഥാർത്ഥ്യവും ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ധർമ്മദേവൻ ഇപ്പം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ധർമ്മദേവൻ തന്നെ കലിയുടെ ഓരോരോ പ്രഹരണം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിന് ധർമ്മദേവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ധർമ്മദേവൻ സ്വയം ചിന്തിക്കുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ ഇതേ അധ്യായത്തിൽ നേരത്തെ പഠിച്ച കാര്യം, അതായത് കലി കാളെ ദ്രോഹിക്കുന്ന ആ രംഗം കണ്ടിട്ട് പരീക്ഷത്ത് ഉടനെ കലിയെ കൊല്ലാനായിട്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യം, ഒരു ഭരണാധികാരി ഒരിക്കലും അധർമ്മത്തെ സഹിച്ചും ക്ഷമിച്ചും ഇരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സാധുജനങ്ങൾ, പശുക്കൾ, കാളകൾ, ഇവരെയൊക്കെ ദ്രോഹിക്കുന്ന ഒരിക്കലും സഹിക്കാൻ പാടില്ല. കാരണം ഇത് വളരെ തീവ്രമായിട്ടുള്ള അപരാധമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഗോക്കളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ധർമ്മദേവന്റെ ഈ വാക്കുകളിൽ നിന്നും, അതായത് ധർമ്മദേവൻ കാളയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് പരീക്ഷിത് മഹാരാജ് ചോദിക്കുകയാണ്, അങ്ങയുടെ ഈ ദുരിതത്തിനെല്ലാം കാരണം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നൽകിയ ഉത്തരം, ധർമ്മദേവൻ എന്താ പറഞ്ഞത്? എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല എൻ്റെ ദുരിതത്തിന് കാരണം ആരാണെന്ന്. അതിന് ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഭക്തിയിൽ പുരോഗമിച്ച ഭക്തർ, അതായത് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് ഈ ജന്മത്തിൽ തന്നെ എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അവരുടെ ദുരിതത്തിന് മറ്റാരെയും കാരണക്കാരായിട്ട് കാണാറില്ല. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഇവർ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അത് കാരണമാണ് ഇത് കാരണം, അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താറില്ല. അതിനൊരു ഉദാഹരണം ഭാഗവതത്തിൽ തന്നെ നൽകുന്നുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാക്ക് കടിച്ചു കഴിഞ്ഞാൽ ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ മഗ്നരായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ നാക്കിനെ കടിക്കുന്നു അറിയാതെ. ആരെയാണ് കുറ്റം പറയേണ്ടത്? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദുരിതങ്ങളെയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പഠിക്കണം. പിന്നെ എന്തുകൊണ്ട് ഈ ദുരിതങ്ങളൊക്കെ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇതിനെ മനസ്സിലാക്കുക. നമ്മുടെ പ്രവൃത്തിയുടെ പരിണാമങ്ങൾ തന്നെയാണ്, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടാണ് പല രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ദുരിതമായിട്ട് വരുന്നതും. എന്നിട്ട് ആ ദുരിതങ്ങളൊക്കെ ഭഗവാനായിട്ട് അനുവദിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി? നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. എന്താണ് ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ? അനർത്ഥങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം. അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉള്ള അനർത്ഥങ്ങൾ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്.
ആ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ. ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതം വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിതരായി പോകും. കാരണം പൊതുവെ ആചാര്യന്മാർ പറയുന്നുണ്ട്, സുഖം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പുറം ലോകത്തോട്ട് വ്യാപിച്ചു കിടക്കുന്നു. പുറത്തുള്ള കാഴ്ചകൾ അല്ലെ, നമ്മൾ സുഖം എപ്പോഴും തേടുന്നത് പുറം ലോകത്തെ കാഴ്ചകളിലൂടെയാണ്. ഇനി ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അന്തർമുഖനായിട്ട് മാറും. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു അല്ലേ. അതായത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കും. സുഖം വരുന്ന സമയത്ത് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ മഗ്നരായിട്ടിരിക്കും. അന്നേരം പുറമേ ഉള്ള കാര്യങ്ങളിൽ മഗ്നരായിട്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു ആക്സസ് കിട്ടത്തില്ല. പുറമേ സുഖമൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. പുറമേ നമ്മൾ സുഖലോലുപരായിട്ട് മഗ്നരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഉള്ളിൽ ആഴത്തിൽ പോകാൻ താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദുഃഖ നിമിഷങ്ങളെയും, അത് മറ്റൊരാളിൽ നിന്നുള്ള പെരുമാറ്റമാകാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ ആകാം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കാര്യം ചെയ്തു, പക്ഷേ അത് നടന്നില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ നമുക്കെതിരെ ഓരോരോ അപമാനങ്ങൾ കൊണ്ടുവരുന്നു, നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു, വിഷമാവസ്ഥകൾ, ഇതൊക്കെ അങ്ങനെ പല നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരുന്നത്, അന്നേരം ആ ദുഃഖത്തിന് കാരണക്കാരായിട്ട് ആ വ്യക്തികളെ കാണാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പഠിപ്പിക്കണം. നമ്മളെ എളുപ്പമല്ല. ആ സാഹചര്യം വരുമ്പോൾ നമുക്കിതൊന്നും ഓർമ്മ കാണത്തില്ല, പക്ഷെ നമ്മളെ തന്നെ അത് ഓർമ്മിപ്പിക്കണം. അവിടെയാണ് ആധ്യാത്മികമായിട്ട് പക്വത നേടിയ വ്യക്തികളുടെ പെരുമാറ്റം. അതാണ് സാധാരണ വ്യക്തികളും ആധ്യാത്മികമായിട്ട് പുരോഗമിച്ച വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആധ്യാത്മികമായിട്ട് പുരോഗമിച്ച വ്യക്തികൾ എപ്പോഴും പക്വതയോട് കൂടിയായിരിക്കും ഓരോ നിമിഷങ്ങളും പെരുമാറുന്നത്. ഇതിൻ്റെ അർത്ഥം ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടാകത്തില്ല എന്നല്ല, ദുഃഖമുണ്ടാകും. പക്ഷെ ദുഃഖിച്ചിരിക്കാതെ ആ സന്ദർഭത്തിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സാഹചര്യം എന്തുകൊണ്ട് വന്നു, കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ ഫലമാണ്. അന്നേരം ഇനി ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് അധർമ്മം ചെയ്യുകയാണ്. ഉദാഹരണത്തിന് പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യമാണ് അവരിൽ നിന്ന് തട്ടിയെടുത്തത്. എന്നിട്ട് അന്നേരം അതും അവരുടെ ജീവിതത്തിൽ അവർ അത് ഈശ്വരന്റെ നിശ്ചയമായി കണ്ട് അതിങ്ങനെ സഹിച്ചും ക്ഷമിച്ചു ഇരിക്കണം എന്നാണോ? അല്ല, അവർ അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ ചൂതുകളിൽ തോറ്റത് അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷെ 12 വർഷം വനവാസം കഴിഞ്ഞ് 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യം ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. കാരണം അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇതേപോലെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി, അത് ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ശ്രമിക്കുന്ന സമയത്ത് റിസൾട്ട് വരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ വീണ്ടും ദുഃഖിച്ചിരിക്കരുത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും, മനസ്സിൻ്റെ ഫുൾ സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യും. നമ്മുടെ മനസ്സ് ഒരു സ്ഥലമാണെന്ന് ചിന്തിക്കുക, ഒരു വലിയൊരു പ്രദേശമാണെന്ന് ചിന്തിക്കുക നമ്മുടെ മനസ്സ്. അന്നേരം സുഖവും ദുഃഖവും ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ സ്പേസ് എടുക്കും. അന്നേരം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും മനസ്സിൽ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ
പിന്നെ ആ മനസ്സിൽ വേറൊന്നും ചിന്തിക്കാനുള്ള സ്പേസ് കാണത്തില്ല. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കേണ്ടത്. അന്നേരം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ കുറേ സത്സംഗങ്ങളിൽ പറഞ്ഞതുപോലെ സത്വഗുണത്തിൽ നമ്മൾ നിൽക്കും. സത്വഗുണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടും, കുറച്ചും കൂടെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അന്നേരം നേരത്തെ കഴിഞ്ഞ സത്സംഗങ്ങളിൽ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും സത്വഗുണമാണ് നമുക്ക് വേണ്ടത്. സത്വഗുണത്തെ നമ്മൾ ആശ്രയിച്ചില്ലെങ്കിൽ രജോ ഗുണവും തമോ ഗുണത്തിൽ നമ്മൾ പെട്ടുപോകും. അന്നേരം ഈ രജോ ഗുണവും തമോ ഗുണവും സത്വഗുണവും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ മനസ്സിനെയാണ് ആകർഷിപ്പിക്കുന്നത്. മനസ്സിനാണ് ഈ ഗുണങ്ങളുടെ ആവശ്യം. മനസ്സാണ് ഗുണങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും ബുദ്ധി മനസ്സിനെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കുന്നു. മനസ്സാണ് ആഗ്രഹിക്കുന്നത് ഏത് ഗുണം വേണമെന്ന്. അതായത് ഭക്തരെപ്പോഴും ആഗ്രഹിക്കുന്ന എന്താ? ഭക്ത കൂട്ടായ്മ. അന്നേരം അത് എവിടുന്നാണ് വരുന്നത്? മനസ്സിൽ നിന്നാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആത്മാവുമാണ്. പക്ഷേ ആത്മാവും ബുദ്ധിയുടെ ആ തലങ്ങൾ അവിടത്തോളം നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് മനസ്സാണ് ഇപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് മനസ്സ് ഏത് ഗുണങ്ങളുമായിട്ടാണ് കൂടുതൽ പരിചയസമ്പന്നതയുള്ളത്, കൂടുതലും പരിചയമുള്ളത്, കൂടുതൽ ഇഷ്ടമുള്ളത്, ആ രീതിയിലുള്ള സാഹചര്യം തിരഞ്ഞെടുക്കും. അന്നേരം കള്ളും കഞ്ചാവും അടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിലുള്ള സാഹചര്യമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അന്നേരം യുവാക്കളുടെ ഇടയിലും അങ്ങനെയുള്ള സിനിമകളിലായിരിക്കും താല്പര്യം. ഇന്നത്തെ കാലത്തെ മിക്ക സിനിമകളിലും മത്സ്യമാംസാദികൾ കഴിക്കുന്നതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നതും ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എത്ര ഡേഞ്ചറസ് ആണ് നോക്കണേ. മിക്ക ഹിറ്റ് സിനിമകളിലും ഈ 4 യമനിയമങ്ങളെ തെറ്റിക്കുക എന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അന്നേരം പിന്നെ എന്നിട്ട് അവിടെ എന്തെങ്കിലും ഉപദേശങ്ങളോ നല്ല കാര്യങ്ങളോ ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു കോമാളി കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഇവരൊക്കെ ഏത് ലോകത്ത് താമസിക്കുന്നവരായിരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്നാലോചിച്ച് നോക്കണേ, എത്ര വളരെ മോശപ്പെട്ട ഉള്ള ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക. എന്നാലും നമ്മുടെ യുവാക്കളെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. മുതിർന്നവരും ഇതൊക്കെ കണ്ടു പഠിക്കുകയാണ്. അവരും അതായത് ഇന്നത്തെ ഒരു മിഡിൽ ഏജിലെത്തിയ ഒരു മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികളും അവരുടെ ചിന്താഗതി ഇപ്പം മാറിയിരിക്കുകയാണ്. അവരുടെ ഏകദേശം പകുതിയോളം പ്രായം തീർന്നു. ഇത്രത്തോളം കാലമെങ്കിലും അവർ ധാർമ്മികതയിൽ ജീവിച്ചവരാണ്. അറ്റ്ലീസ്റ്റ് സമൂഹത്തെ പേടിച്ചിട്ടെങ്കിലും സമൂഹത്തിൻ്റെതായിട്ടുള്ള മര്യാദകൾ നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. എന്നിട്ട് കുട്ടിക്കാലം മുതൽ എന്തെങ്കിലുമൊക്കെ സതുപദേശങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയോ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് കള്ളിനും മാംസഭക്ഷണത്തിനും അവിഹിത ബന്ധങ്ങൾക്കും ലഹരിക്കും ഉപയോഗിക്കേണ്ട ഒരു രീതിയിലായിരിക്കുകയാണ്. കാരണം എന്താ? ബ്ലൈൻഡ്ലി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി കോപ്പി അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ വിദേശ ലോകങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. ആത്മഹത്യാ റേറ്റ് ഒരുപാട് കൂടുന്നു വിദേശ രാജ്യങ്ങളിൽ. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള രീതി കാണിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ വയലൻസ് ഒരു ലിമിറ്റിന് അപ്പുറമായിട്ട് കാണിക്കുകയാണല്ലോ. അതിലാരെയും പോലീസ് ഇൻ്റർഫിയർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെടിവെച്ച് കൊല്ലുക, ഇത് കൊല്ലുക, എന്തും ചെയ്യാവുന്നൊരവസ്ഥയാണ്. അന്നേരം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യുവാക്കളുടെ ഉള്ളിലും മുതിർന്ന വ്യക്തികളുടെ ഉള്ളിലും അധർമ്മത്തിൻ്റെ വിത്തുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. മനസ്സിലാക്കുക. അന്നേരം നമ്മുടെ മനസ്സ് ഇൻഫ്ലുവൻസ്ഡ് ആവുമ്പോൾ ആഗ്രഹങ്ങൾ അങ്ങനെയായി, ചിന്തകൾ അങ്ങനെയായി, ബോധം പിന്നെ അങ്ങനെ തന്നെ ആയി മാറും. പിന്നെ പ്രവൃത്തി നാച്ചുറലി അങ്ങനെയാവും. വേഷവിധാനം എല്ലാം അങ്ങനെയാവും എന്നുള്ളതാണ്. അതായത് പൊതുവെ ഇന്നത്തെ സിനിമകളിലൊക്കെ മറ്റു മതങ്ങളെയാണ് ഏറ്റവും പ്യുവറായിട്ട് കാണിക്കുന്നത്. ഞാൻ മതങ്ങളെ കുറ്റം പറയുന്നതല്ല, ഇത് അവരുടെ അവതരണ രീതിയെക്കുറിച്ച് പറയുകയാണ്. അതായത് ക്രൈസ്തവ ആൾക്കാരെ വളരെ ഉന്നതരായിട്ടുള്ള
വളരെ ശക്തരായിട്ടുള്ള ആളുകളായിട്ട് കാണിക്കുന്നത് പണ്ട് മുതലേ ഉള്ള രീതിയാണ്. നോർത്ത് ഇന്ത്യൻ സിനിമ, പണ്ടത്തെ ഹിന്ദി സിനിമകൾ എടുത്താലും നമ്മുടെ മലയാള സിനിമകൾ എടുത്താലും ഇത്രയും കാലമായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എപ്പോഴും ദുഷ്ടകഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. അന്ധവിശ്വാസികളായിട്ടും അല്ലെങ്കിൽ പിന്നെ ദുരാചാരികളായിട്ടും വില്ലന്മാരുടെയൊക്കെ രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ക്രിസ്ത്യാനികളും ഇസ്ലാമികരുമായിട്ടുള്ളവരെല്ലാം വളരെ സ്നേഹമുള്ളവരാണ്, തമ്മിൽ കുടുംബ സ്നേഹമുള്ളവരാണ്, എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നിട്ട് ഇതൊക്കെ വളരെ അങ്ങനെയുള്ളൊരു വിഭാഗീയത എന്തിനാണ് കൊണ്ടുവരുന്നത്? ശരി, ആ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിലെ നായകൻ ഇടുന്ന വേഷവിധാനം, ആ വ്യക്തി പള്ളിയിൽ പോകുന്നതായിട്ട് കാണിക്കുന്നതൊക്കെ വളരെ ഒരു സ്റ്റൈലായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്താണ്, അവർ വളരെ നല്ല കാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷെ അതേ ക്ഷേത്ര സന്ദർശനം അങ്ങനെയുള്ള രീതിയിലൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോമാളി കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. ക്ഷേത്രത്തിലുള്ള വെളിച്ചപ്പാടാണെങ്കിലും പൂജാരിയാണെങ്കിലും സ്വാമിമാരാണെങ്കിലും ഇവരെയൊക്കെ ഫ്രോഡുകളായിട്ടാണ് കൂടുതലും കാണിക്കുന്നത് സിനിമയിൽ. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞോ അറിയാതെ എത്രത്തോളം നമ്മുടെ യുവാക്കളുടെ ഉള്ളിലും ആൾക്കാരുടെ ഉള്ളിലും എത്രത്തോളം ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പള്ളിയിലച്ഛനെ കാണിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പള്ളിയിലച്ഛനായിരുന്നതായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ കന്യാസ്ത്രീയായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. അന്നേരം ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ മാംസഭക്ഷണത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു. അതും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന പോലെയല്ല, വളരെ കോമൺ ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒന്നാലോചിച്ചു. അന്നേരം അവരുടെ ഓഡിയൻസും ആ രീതിയിലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തും കാണിക്കുക എന്നുള്ള രീതിയിലാണ്. അന്നേരം ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി, ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നിട്ട് ആ രീതിയിലുള്ള ചിന്താഗതിയായിട്ട് നമ്മുടെ മാറുകയാണ്. അന്നേരം ഇതെല്ലാം മനസ്സിന്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിന്റെ സ്പേസ് ഇതെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മനസ്സിൽ എന്താണോ, ഏത് കാര്യമാണോ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും മനസ്സ് തീരുമാനം എടുക്കുന്നത്. അന്നേരം നമ്മുടെ ഉള്ളില് രജോ ഗുണവും തമോ ഗുണവും ഒരുപാട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. പക്ഷെ സത്വഗുണം വരുമ്പോൾ മനസ്സിന്റെ സ്പേസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നില്ല. സത്വഗുണത്തിലുള്ള വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്നേരം മനസ്സിന്റെ സ്പേസ് ഫിൽഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം 60,000 ചിന്തകൾ വരെ വരും. അന്നേരം രജോ ഗുണവും തമോ ഗുണവും ആ 60,000 ചിന്തകളെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഫിൽഡപ്പ് ആക്കും. പക്ഷെ സാത്വിക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ചിന്തിക്കാനുള്ള, ആഴത്തിൽ ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. മനസ്സിലായില്ല? അതായത് കഴിഞ്ഞ കുറേ സത്സംഗങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അതേ വിഷയം തന്നെയാണ്. സത്വഗുണം അത്രയ്ക്ക് ഡീപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഗുണങ്ങളൊക്കെ. നമ്മൾ ഈ പുറമേ ഉള്ള, അതായത് രജോ ഗുണത്തിന്റെ പ്രത്യേകത ആ നിമിഷം വളരെ സുഖകരമായിരിക്കും, പക്ഷെ പിന്നെ ദുഃഖമായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഭക്ഷണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് വളരെ സന്തോഷം തോന്നും, പക്ഷെ ഉള്ളിൽ ചെന്ന് അത് വിഷമായിട്ട് മാറും. പക്ഷെ സാത്വിക ഭക്ഷണം അത്രത്തോളം രുചികരമായിരിക്കത്തില്ല, പക്ഷെ അത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. താമസിക ഭക്ഷണം കഴിക്കുമ്പോഴും ദ്രോഹമാണ്, അത് ഉള്ളിൽ ചെന്നതിന് ശേഷവും ദ്രോഹമാണ്. മനസ്സിലായില്ലേ? അന്നേരം ഈ മനസ്സിനെ ഉദ്ധരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മനസ്സ് നിർജീവമായിട്ടുള്ള ഒരു വസ്തുവാണ്, പക്ഷേ നമ്മുടെ ആത്മാവുമായിട്ടുള്ള ഒരു ആക്സസ് ഈ മനസ്സാണ്. ആത്മാവുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ആത്മാവാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സിനെ തന്നെയാണ് നമ്മൾ ആത്മാവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അന്നേരം ആ മനസ്സിനെ തന്നെ ഉദ്ധരിച്ചു കഴിയുമ്പോൾ, മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ, മനസ്സിനെ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഇൻഫ്ലുവൻസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ, മനസ്സ് സംശുദ്ധമാകുമ്പോൾ നമുക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയും. അതായത് മനസ്സെന്ന് പറയുന്നത് ഒരു പ്രതിബിംബമാണെന്ന് പറഞ്ഞില്ലേ?
അന്നേരം മനസ്സ് ക്ലീൻ ആവുമ്പോൾ അതേ ഏഹ്, മനസ്സാകുന്ന കണ്ണടയിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയും, ആത്മാവിനെ കാണാൻ കഴിയും. അത് നമുക്കൊരിക്കലും നമ്മുടെ കണ്ണ് വെച്ച് നമ്മളെ കാണാൻ കഴിയില്ല. നമ്മളൊരു കണ്ണടയല്ലേ ഉപയോഗിക്കുന്നത്, അല്ലെ? ഒരു കണ്ണാടിയിൽ നോക്കി അല്ലെങ്കിൽ ഒരു നദിയിൽ പ്രതിബിംബം നോക്കിയിട്ടാണല്ലോ നമുക്ക് നമ്മളെ കാണാൻ കഴിയുന്നത്. അതേപോലെ നമുക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ മനസ്സ് സഹായകരമാകും. അതായത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ബോധം എന്താണെന്നൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടത് മനസ്സിനെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളാണെന്നൊന്നും ഇത് കരുതരുത്. നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ഗുണങ്ങൾ മാറുമ്പോൾ, ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഗുണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ ഏത് ഗുണമായിട്ടാണോ നമ്മൾ ബന്ധപ്പെടുന്നത് അതിനനുസരിച്ച് ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ഏറ്റവും വലിയ അധപ്പതിച്ച വ്യക്തിയാക്കാനും നമുക്ക് പറ്റും, മധ്യ അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയായിട്ടും മാറ്റാൻ പറ്റും, ഏറ്റവും ഉത്തമ വ്യക്തിയായിട്ടും നമുക്ക് നമ്മളെ ഉയർത്താൻ പറ്റും. നമ്മളെ മാത്രമല്ല, ഈ ലോകത്തിലുള്ള ആരെയും, എത്ര വലിയ ദുഷ്ടനെയും ഏറ്റവും നല്ല വ്യക്തിയാക്കാനും പറ്റും, ഏറ്റവും നല്ല വ്യക്തിയും ഏറ്റവും വലിയ ദുഷ്ടനാക്കാനും പറ്റും. ഗുണങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തി മാറുന്നു. അന്നേരം ഗുണങ്ങളിലൂടെ ഒരു വ്യക്തിയെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറുന്നതാണ്. അതായത് നമ്മൾ ചില സിനിമകളിലൊക്കെ റോബോട്ട്സിനെ കാണാറില്ലേ, പ്രോഗ്രാം ചെയ്യുന്നതായിട്ട്. അന്നേരം അതേപോലെ നമ്മൾ മനുഷ്യരെയും പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഗുണങ്ങളിലൂടെ. അതാണിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത് കലിയാണ്. കലി തെറ്റായിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എങ്ങനെയാ? ഗ്രാജുവലി. അതായത് പണ്ടത്തെ കാലത്ത് ആൾക്കാർ TV ഒന്നും കാണുന്നില്ലായിരുന്നു. എന്നിട്ട് അതിൽ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ ആൾക്കാരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു തെറ്റായിട്ടുള്ള ചിന്തകളെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലുള്ള പല പല ദൃശ്യങ്ങളും കാണിക്കാൻ തുടങ്ങി. കാരണം എന്താ? അതിലൂടെ എന്ത് പറ്റും? മൈൻഡ് പിടിച്ചു. അതായത് ഒന്ന് മനസ്സിലാക്കുക, അഡ്വർടൈസ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ്. ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഫോക്കസ് പിടിച്ചെടുക്കുക എന്നതാണ് ഒരു ഇന്നത്തെ സിനിമയുടെ ലക്ഷ്യം, അഡ്വർടൈസ്മെന്റിന്റെ ലക്ഷ്യം, യൂട്യൂബിന്റെ ലക്ഷ്യം. എങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധയെ പിടിച്ചു വയ്ക്കാം. എന്തുകൊണ്ട് പിടിച്ചു വയ്ക്കാം എന്ന് പറയുന്നു? അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കച്ചവടത്തിന്റെ ഒരു തന്ത്രം തന്നെ, ഇപ്പോൾ ഉത്സവ സമയത്തൊക്കെ കുട്ടികൾക്ക് വേണ്ടുന്ന കളിപ്പാട്ടം അത് ഇതൊക്കെ ഇങ്ങനെ അവർ വയ്ക്കും. എന്തിനു വേണ്ടി? കുട്ടികളുടെ മനസ്സിനെ, ശ്രദ്ധയെ പിടിക്കാൻ വേണ്ടി. ഇതേപോലെയാണ് നമ്മളെയും എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ഈ ഒരു വസ്തു നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വെറുതെ ആയി പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറമെ പല സാഹചര്യങ്ങളിലൂടെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഏതൊരു സീരിയൽ ആണെങ്കിലും TV ആണെങ്കിലും സിനിമയാണെങ്കിലും എന്ത് പറ്റും? അത്രത്തോളം ആൾക്കാർ അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അതായത് അത്രത്തോളം ഒരു സിനിമയിൽ, അത് ഏത് ദൃശ്യമാണെങ്കിലും അവരാ സിനിമയിൽ അങ്ങ് അബ്സോർബ്ഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടും. അതായത് അവരുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന രീതിയിൽ അതിൽ ദൃശ്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നും. എന്നിട്ട് അതിന്റെ പേരിൽ എന്ത് പറ്റും? അവര് അടുത്ത കുറച്ച് പേരോട് പറയും, അവരും വന്ന് കാണാൻ തുടങ്ങും, അവരും ഇതേപോലെയാവും. അങ്ങനെ ആ സിനിമ ഹിറ്റാവും. സിനിമ ഹിറ്റാകുമ്പോഴത്തേക്ക് എന്തോ അത്രത്തോളം കാശ്, അത്രത്തോളം ടിക്കറ്റ് വിറ്റു, അതിന്റെ കാശ് നടനും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും കിട്ടും, അവരുടെ ബ്രാൻഡ് വാല്യൂ കൂടും. ഒരു പ്രവചി പറഞ്ഞു, കുട്ടികളെല്ലാം നബി മതത്തെ ഇഷ്ടപ്പെടുന്നു, കാരണം അവർക്ക് ഇഷ്ടം പോലെ മത്സ്യമാസം, എന്നിട്ട് പള്ളിയിൽ പോകാൻ, നമുക്ക് അമ്പലത്തിൽ പോകാൻ, എന്തെല്ലാം ഒഴിവാക്കണം എന്ന് പറയും പുറത്ത്. ആണ്, അങ്ങനെയാണ്. കാരണം അങ്ങനെയാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഒരു ചക്രത്തിൽ പെട്ട് കിടക്കുകയാണ്. ആ രീതിയിലാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മൾ നമ്മുടെ കുട്ടികളിൽ ആ സാത്വിക ഗുണത്തെ വളർത്തണം. അന്നേരം ഈ നോൺ വെജ് പോലും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ രീതിയിലുള്ള
ഗുണങ്ങളിൽ വളരുന്നതുകൊണ്ടാണ്. ഒരു പന്നിക്ക് മലമാണ് ഇഷ്ടം. എന്തുകൊണ്ട്? പന്നിയായതുകൊണ്ട്. അതേപോലെ മനുഷ്യരിൽ സത്വഗുണം വരുമ്പോൾ അവർക്കൊരിക്കലും മത്സ്യമാംസാദികൾ കഴിക്കാൻ തോന്നത്തില്ല. പന്നിക്ക് മലം എന്തുകൊണ്ടാണ് ഇഷ്ടം? പന്നിയായതുകൊണ്ട്. അതേപോലെ രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നുള്ളത്. ഇപ്പം മുസ്ലിമുകളാണെങ്കിൽ പോലും അവരൊരിക്കലും പന്നിയെ കഴിക്കാറില്ല. എന്തുകൊണ്ട്? അവർക്കത് കഴിക്കാൻ പാടില്ല എന്നാണ്. അന്നേരം അവർ പോലും കുറച്ചെങ്കിലും നിയന്ത്രണം പാലിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹിന്ദുക്കൾ ഒരിക്കലും ഗോക്കളെ തിന്നാൻ പാടില്ല, ബീഫ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. പക്ഷേ ക്രിസ്ത്യാനികളോ ബീഫും കഴിക്കും, പന്നിയും കഴിക്കും. എന്നിട്ട് സ്വർഗസ്ഥനായ പിതാവിന് സ്തുതി, എല്ലാവർക്കും ശാന്തി സമാധാനം വരട്ടെ. ഞാൻ ഒരിക്കലും കളിയാക്കുന്നതല്ല കേട്ടോ. ആ യേശു ക്രിസ്തു, അദ്ദേഹം ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി സ്വന്തം രക്തം കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിനുള്ള എല്ലാ മൃഗങ്ങളുടെയും രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ശാന്തിയും സമാധാനമാണ് നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ശാന്തിയും സമാധാനവും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒട്ടുമില്ല. അവരായിട്ട് അവരുടെ സ്വാർത്ഥതയിൽ മാത്രം മുങ്ങി ജീവിക്കുകയാണ്. പല പല ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഫണ്ട്, വിദേശത്തിൽ നിന്നും പല പല ഫണ്ട് ലഭിക്കാനായിട്ടുള്ള പല വഴികൾ മാത്രമാണ്. അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മതം ഏതായാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആ മതത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കണ്ടേ? യഥാർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ? വിശപ്പിന് വേണ്ടി ഒരാളെ കൊല്ലുന്നത് തെറ്റില്ല. കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ, ഒരു ജീവിതത്തിന് വിശപ്പിന് വേണ്ടിയാണെങ്കിൽ മാത്രം. പക്ഷെ വിശപ്പിന് വേണ്ടി അല്ലല്ലോ, നാവിന്റെ രുചിക്ക് വേണ്ടിയല്ലേ കൊന്നുകൊണ്ടിരിക്കുന്നു. കഴിക്കാൻ ഇത്രയും ധാന്യങ്ങളും അതൊക്കെ ഉള്ളപ്പോൾ പിന്നെ മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യം എന്താ? ഇപ്പൊ നമ്മൾ ആ മരുഭൂമിയിലൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ ധാന്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഓക്കെ, ആ സമയത്ത് ഓക്കെ എന്ന് പറയാം. പക്ഷെ അന്നേരവും നമ്മൾ ചിന്തിക്കുക, നമ്മൾ വേറൊരു ജീവനെ കൊന്നിട്ടാണ് തിന്നുന്നതെന്ന് മനസ്സിലാക്കുക. അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അതിന് പകരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ മനസ്സിന്റെ സ്പേസ് ക്യാപ്ചേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ അതിനനുസരിച്ചായി പോകുന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിന്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഉള്ളിലെ ബലഹീനതകൾ എന്തൊക്കെയാണ്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അന്നേരം ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് മഗ്നരായി പോകരുത്. മനസ്സ് മഗ്നരായി പോയി കഴിഞ്ഞാൽ കുറച്ച് ഇതൊക്കെ ഒന്ന് കാണുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ അതിൽ കുറച്ച് 2 ദിവസമാവും, 3 ദിവസമാവും. അന്നേരം ഇതെല്ലാം കൂടെ കോൺക്രീറ്റ് പോലെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നു. അന്നേരം അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ ആ രീതിയിലാണ് നമ്മൾ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ മുട്ട, മത്സ്യം, മാംസാദികളെല്ലാം കഴിപ്പിച്ച് പിന്നെ ഈശ്വര ആരാധനയുടെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ അവർക്ക് വേണ്ടി അവരെ നിർബന്ധിക്കാറില്ല. പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കും, പക്ഷെ ഭഗവാന്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെല്ലാൻ പ്രേരിപ്പിക്കാറില്ല, അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാറില്ല. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ അച്ഛനും അമ്മയും ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കും, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. അന്നേരം നമ്മൾ തന്നെയാണ് തെറ്റുകാർ. അവർക്ക് താല്പര്യം ഇല്ലാത്തതിന്റെ മെയിൻ തെറ്റുകാർ നമ്മൾ തന്നെയാണ്. പൊതുവെ ആർക്കും, അതായത് ഉദാഹരണത്തിന് കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം കാണത്തില്ല, പക്ഷെ എന്നിട്ടും അച്ഛനും അമ്മയും നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ലേ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ താല്പര്യം, എന്നിട്ടും നമ്മൾ നിർബന്ധിക്കാറില്ലേ? അതേപോലെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ തന്നെയാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആര് പഠിപ്പിക്കാണ്?
നിങ്ങൾ നോക്കൂ, ആശുപത്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗം വന്ന വ്യക്തികൾ അവർ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ ആശുപത്രിയിൽ വരുന്ന ആൾക്കാർ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. അതിൻ്റെ രോഗത്തിൻ്റെ അത് വെച്ച് മാറ്റി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോൺ വെജ് കഴിക്കുന്നതിലൂടെ ഒരിക്കലും ആർക്കും ഒരു സമാധാനം കിട്ടത്തില്ല. രണ്ടാമത് അത് കഴിക്കുന്നത് ശരീരത്തിന് ദഹിക്കത്തുമില്ല. രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും. 50-60 ക്രോസ് ആകുമ്പോൾ തന്നെ വൃദ്ധനായി. ഇവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അവരുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ വെജിറ്റേറിയൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം കാലം കൂടുതൽ ജീവിക്കാം. ഈ ശരീരവും ഈ മനസ്സും എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച റിസോഴ്സസ് ആണ്. ഇതിനെ നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ഒട്ടിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം അടിച്ചു പോകുന്നുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഈ ഒരു ധർമ്മദേവന്റെ ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പക്വതയുള്ള ഭക്തർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ, ഒരു ഭക്ത പറയും നമ്മൾ ആത്മാവണെന്ന കാര്യം മനസ്സിലാക്കുന്നില്ല, ആത്മാവിനെ വേറിട്ട് കാണുന്നു, ഇനിയും ജന്മം എടുത്താൽ എന്താ എന്ന് അതിലും വിശ്വസിക്കുന്നില്ല എന്ന് ചിലർ അവിടെ അടിച്ചു പൊളിക്കുന്നു. അതാണ് ട്രെൻഡ് അത്രേ. അതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല. നമ്മൾ ഏത് ഗുണങ്ങളുമായിട്ട് നമ്മളെല്ലാം പ്രോഗ്രാം ചെയ്യിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പ്രോഗ്രാം ചെയ്തു, എന്നിട്ട് അതേപോലെ നമ്മൾ നമ്മുടെ മക്കളെയും പ്രോഗ്രാം ചെയ്യിപ്പിക്കുകയാണ്. ഇതാണ് ജീവിതത്തിൽ. അയൽവക്കത്തെ ആൾക്കാർ ഇങ്ങനെയാണ്, ഇവരും ഇങ്ങനെയാണ്, ബന്ധുക്കൾ ഇങ്ങനെയാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക, അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കും. അതാണ് തെറ്റ്. സമൂഹത്തിലുള്ള എല്ലാവരും കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളെ കുഴിയിലോട്ട് പറഞ്ഞയക്കും. അത് തെറ്റല്ലേ? നമ്മളൊന്ന് ചിന്തിക്കണം, എന്തൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളാണ് ചിന്തിക്കണം. അവർക്കൊന്നും അറിഞ്ഞുകൂടാ, അവർ കുട്ടികളല്ലേ. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരെ നിർബന്ധിപ്പിച്ചെങ്കിലും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 41 ദിവസം സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു നോക്കൂ. അത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. എങ്ങനെയെങ്കിലും നിർബന്ധിപ്പിച്ച് ഒരു മാലയെങ്കിലും അവരെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യിപ്പിക്കൂ. എല്ലാ ദിവസവും അവരെ കൊണ്ട് സത്സംഗം കേൾപ്പിക്കും, ഭഗവത്ഗീത വായിപ്പിക്കൂ. എല്ലാ ദിവസവും ക്ഷേത്ര സന്ദർശനം നടത്തൂ, ഭഗവാന്റെ ക്ഷേത്ര സന്ദർശനം. ഒരു 41 ദിവസം വെജിറ്റേറിയനായിട്ട് ഇരിക്കാൻ നിർബന്ധിപ്പിക്കൂ. അവർ കഴിയുമ്പോൾ അന്നേരം അവരുടെ സ്വഭാവം മാറും. അവർക്ക് അതിനോടുള്ള താല്പര്യം കുറയുന്നില്ല. അവർക്ക് ഇങ്ങനെ ഇതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത്. അതുകൊണ്ട് അവർ നരകത്തിൽ പോകും. എന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവരെ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ എന്തച്ഛൻ എന്തമ്മ, വെറും കോമാളികൾ മാത്രമാണ് നമ്മൾ. ധൃതരാഷ്ട്രരെ പോലെയാണ്. മക്കൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ രാജ്യം, എൻ്റെ അധികാരം അങ്ങനെ തന്നെ ഇരിക്കണം. മക്കൾക്ക് എന്ത് നരകയാതനകൾ അനുഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എൻ്റെ മക്കൾ എപ്പോഴും എന്നെ ബഹുമാനിക്കണം. ഇത് മാത്രം. അത് ധൃതരാഷ്ട്രയുടെ സ്വഭാവമാണ്. എനിക്ക് പിന്നെ അനുഭവിച്ചു, അത്രേ ഉള്ളൂ. ധൃതരാഷ്ട്രയും ഗാന്ധാരിയെ പോലെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ അതിനനുസരിച്ച് അനുഭവിച്ചു. പാണ്ഡവരുടെ ജീവിതം തപസ്യയാണ്. കുന്തി ദേവി തപസ്യ ചെയ്യാനാണ് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. പാണ്ഡു അതാണ് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മളും കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിന് നമ്മളും തപസ് ചെയ്യണേ. അല്ലാതെ നമ്മൾ സുഖലോലുപരായിട്ടിരുന്നിട്ട് മക്കളെ എന്ത് പഠിപ്പിക്കാനാണ്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നമ്മളാണെന്ന് കരുതാതെ, ചുറ്റുമുള്ള സാഹചര്യങ്ങളാണെന്ന് കരുതാതെ നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ കാണും. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, ഒരു യഥാർത്ഥ ഭക്തൻ, ആ ഭക്തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുന്നതെന്നറിയാമോ? എന്താണ് ചിന്തിക്കേണ്ടതെന്നറിയാമോ? അതായത്, ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ ഇതിന്നും കൂടുതൽ ദുരിതമാണ് ഞാൻ അർഹിക്കുന്നത്, പക്ഷെ അങ്ങയുടെ കാരുണ്യത്താൽ
അങ്ങ് ഇത്രത്തോളം ഇതിനെ കുറച്ചല്ലോ, അങ്ങ് ഇത്രത്തോളം കുറച്ചല്ലോ. ഇത് അങ്ങയുടെ വലിയ കാരുണ്യമാണ്. കാരണം നമ്മളെ നമുക്ക് നന്നായിട്ട് അറിയാലോ. നമ്മൾ ഇത്രയും കാലമായിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു, അല്ലെ, ആരെയൊക്കെ ദ്രോഹിച്ചു, വിഷമിപ്പിച്ചു, എല്ലാം നമുക്കറിയാം. നമ്മളത്ര നല്ല കുട്ടികളൊന്നും അല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ഇതിൽ നിന്നും കൂടുതൽ ദുരിതമാണ് ഞാൻ അർഹിക്കുന്നത്, ഇതിൽ നിന്നും കൂടുതൽ ദുരിതമാണ് ഞാൻ അർഹിക്കുന്നത്. പക്ഷെ അങ്ങയുടെ കാരുണ്യത്താൽ അത് ഇത്രത്തോളം ആക്കി കുറച്ചല്ലോ ഭഗവാൻ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു ഭക്ത പറയുന്നു, 30 വയസ്സായ മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഏത് വയസ്സായാലും മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പേ പോലും ആൾക്കാർ കേൾക്കുമേ. നമ്മൾ ഉറച്ചിരിക്കണം. സാഹചര്യം മാറിക്കഴിഞ്ഞാൽ എല്ലാവരും മാറും. നമ്മൾ മാറിയില്ലേ? നമ്മളിപ്പോഴല്ലേ മാറിയത്? നമുക്ക് ഈ പ്രായത്തിലും മാറാൻ കഴിയുകയും പിന്നെ 30 വയസ്സുള്ള ആൾക്ക് എന്തുകൊണ്ട് മാറാൻ കഴിയില്ല? എല്ലാവർക്കും ഏത് പ്രായത്തിലും മാറാൻ കഴിയും. പ്രായം ഒരു വിഷയമല്ല. ശരീരത്തിനേ പ്രായമുള്ളൂ, മനസ്സിന്, ആത്മാവിന് അതിൻ്റെ പ്രായം എന്താ പറയുക? അന്നേരം ഇത്രയും കാലം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇനി അങ്ങനെ തുടർന്നാൽ മതിയോ? അന്നേരം നേരെ നരകത്തിലേക്ക് പോകാൻ പറ്റും കുട്ടികൾക്ക്. അതാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് അവര് കേൾക്കണമെങ്കിൽ നമ്മൾ ആദ്യം കറക്റ്റ് ആവണം. നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. നമ്മുടെ ആചരണത്തിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അവർ നേരിട്ട് കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ അവരും ഫോളോ ചെയ്യും. ഓക്കെ, തുടരാം നമുക്ക്. അങ്ങനെ ഈ ധർമ്മദേവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പരീക്ഷത് മഹാരാജിന് മനസ്സിലായി, ഇത് സാധാരണ ഒരു വ്യക്തിയല്ല, സാക്ഷാൽ ധർമ്മദേവനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ പരീക്ഷിത് മഹാരാജ് പറഞ്ഞു, സത്യയുഗത്തിൽ അങ്ങ് 4 കാലിലായിരുന്നു നിന്നിരുന്നത്. അതായത് പരിശുദ്ധി, തപസ്യ, കാരുണ്യം, സത്യസന്ധത. ഇപ്പൊ 3 കാലും തകർക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അധർമ്മം വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ മൂല കാരണം എന്താണ്? ഇവിടെ പറയുന്നു, ഒരു ഭക്ത പറയുന്നു, പ്രോബ്ലംസ് വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് എക്കോണമിക്കൽ പ്രോബ്ലം. എക്കോണമിക്കൽ പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പുണ്യത്തിന്റെ അഭാവത്താലാണ്. നമ്മൾ പുണ്യം ക്ഷയിക്കുമ്പോഴാണ് എക്കോണമിക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അത് ഇപ്പോഴത്തെ മാത്രമല്ല, ഇതിനു മുമ്പേ ഉള്ളതാണ്. അന്നേരം എക്കോണമിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുണ്യത്തിന്റെ അഭാവം കൂടാതെ മണ്ടത്തരങ്ങൾ ചെയ്തതിന്റെ കാരണവും, അതായത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ വളരെ പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന കാരണമാണ് പൊതുവേ നമ്മുടെ ജീവിതത്തിൽ എക്കോണമിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒരു ഭക്ത പറയുന്നു, സ്വാമിജി, ഞാൻ കുറെ പറഞ്ഞു നോക്കി, പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നത് പോലെയാണ് നിലനിന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ കേട്ടില്ല എന്നതിൻ്റെ അർത്ഥം അവരെന്ത് ചെയ്താലും നമ്മൾ അനുവദിച്ചു കൊടുക്കണമെന്നല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ പരീക്ഷിത് മഹാരാജ് പറയുന്നു, ഈ 3 കാലുകൾ എങ്ങനെ നശിച്ചത്? അഹങ്കാരം, സ്ത്രീകളോടുള്ള കാമം, അവിഹിത ബന്ധങ്ങൾ, ഇത് കാരണമാണ് എല്ലാം നശിച്ചിരിക്കുന്നത്. ഇപ്പൊ തപസ്യ എന്നുള്ള ഒറ്റ കാലിലാണ് നിൽക്കുന്നത്, അതും കലി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് പരീക്ഷിത് മഹാരാജ്. ഉടൻ തന്നെ പരീക്ഷിത് മഹാരാജ് എന്ത് ചെയ്തു? അന്നേരം അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? സത്യസന്ധത, തപസ്യ, പരിശുദ്ധി, ദയ. ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ ഇതാണ്. ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ എന്തൊക്കെയാണ്? സത്യസന്ധത, പരിശുദ്ധി, ദയ, തപസ്യ. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? കമന്റ്സിലിടും. അന്നേരം നമ്മുടെ ജീവിതത്തിലും
സത്യസന്ധത ഉണ്ടായിരിക്കണം, പരിശുദ്ധി ഉണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം, തപസ്യ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്താണ് ഇതൊക്കെ? സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം, പ്രവർത്തിക്കുന്നത് സത്യത്തിന് വേണ്ടി. നമ്മൾ അർഹിക്കാത്തത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന എന്താണോ അതിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുക. പക്ഷെ അത്യാഗ്രഹം കാരണം സത്യസന്ധത നഷ്ടപ്പെടുമല്ലോ. ഇനി പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ശുദ്ധി, മാനസിക ശുദ്ധി. മനസ്സിന്റെ ശുദ്ധിയെ കെടുത്തുന്നത് അവിഹിത ബന്ധങ്ങളാണ്. അന്യ സ്ത്രീയെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്ന, അന്യ പുരുഷനെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും അവിഹിത ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. അത് പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തും. ആ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ പുണ്യം കുറയും. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ നമ്മളെ തപസ്യ ചെയ്യാനുള്ള മനസ്സിൽ നിന്ന് നമ്മളെ മാറ്റും. അലസത വർദ്ധിക്കും നമ്മുടെ. ഇന്ന് കൂടുതൽ ആൾക്കാരും അലസന്മാരാണ്. കാരണം എന്തുകൊണ്ട്? ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നു. ലഹരി ഉപയോഗിക്കും തോറും അത് ചായ, കാപ്പി മുതൽ ലഹരി ആരംഭിക്കുക എന്നുള്ളത്. പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ തപസ്യ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിനേക്കുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സത്യസന്ധത നഷ്ടപ്പെടുമ്പോൾ എന്തു പറ്റും? കാപട്യം വളരും. അത്യാഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉടൻ തന്നെ പരീക്ഷിത് മഹാരാജ് എന്ത് ചെയ്തു? ഇനി അധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ എന്തൊക്കെയാണ്? ധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ. അധർമ്മത്തിന്റെ 4 സ്തംഭങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നത്, കാശിനോട് സമ്പത്തിനോട് ആർത്തിയോടുകൂടി പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, ചൂത് കളിക്കുന്നത്. ഇതാണ് ഈ 4 സ്തംഭങ്ങൾ. അന്നേരം നമ്മുടെ ഉള്ളിലെ ദയ നഷ്ടപ്പെടും, നമ്മുടെ ഉള്ളിലെ സത്യസന്ധത നഷ്ടപ്പെടും, പരിശുദ്ധി നഷ്ടപ്പെടും, തപസ്യ ചെയ്യാനുള്ള മനോഭാവം നഷ്ടപ്പെടും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആര് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നു അവർ അധർമ്മികളാണ്. അധർമ്മിയാണെങ്കിൽ പിന്നെ അവരുടെ ഭാഗത്ത് ഭഗവാൻ എങ്ങനെ നിൽക്കുന്നു? പാണ്ഡവർ എത്ര ദുരിതങ്ങൾ അനുഭവിച്ചാലും അവർ ധർമ്മത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും കിട്ടിയത്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പറയും ഇന്ന് ഇങ്ങനെയാണ്, അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ദുര്യോധനും പറഞ്ഞാൽ കേട്ടില്ലായിരുന്നു. അവസാനം എന്തായി? തുട പൊട്ടിച്ചാവേണ്ടി വന്നു. അതേപോലെ ആരൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവരുടെ ഒടുവിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ അന്ത്യം എങ്ങനെയായിരിക്കും. അത് നമ്മുടെ മക്കളായാലും ശരി, നമ്മളായാലും ശരി. അതുകൊണ്ട് ആരൊക്കെ ധർമ്മം പാലിക്കുന്നോ അവർക്ക് ഭഗവാന്റെ നല്ല മുഖം കാണാൻ പറ്റും. ആരൊക്കെ ധർമ്മം പാലിക്കുന്നില്ല, ഇപ്പൊ അവർ ഇങ്ങനെ ജീവിക്കട്ടെ, സുഖിച്ച് ജീവിക്കട്ടെ അല്ലേ? ഹിരണ്യകശിപുവിനെ പോലെ അവരിങ്ങനെ സുഖിച്ച് ജീവിക്കാം. പക്ഷെ ഒടുവിൽ ഭഗവാൻ എത്തും. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ. ഫൈവ് ഇയേഴ്സ് കണ്ടിന്യൂസ് ആയി എക്കോണമിക്കൽ പ്രോബ്ലം, ഈ ഒരു പ്രതിസന്ധി വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു. ഞാൻ അതാ പറഞ്ഞത്, അത് ഇപ്പോഴത്തെ പ്രതിസന്ധി അല്ല. നമ്മുടെ സമയം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് നമ്മൾ എടുത്ത തീരുമാനങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിന്റെ മൂലകാരണം അന്വേഷിക്കുക. ഒന്നുകിൽ നമ്മളായിട്ട് എടുത്ത എന്തെങ്കിലും റോങ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം, മണ്ടത്തരങ്ങളായിരിക്കാം, സമയദോഷമായിരിക്കാം. ഇനി എന്തായാലും അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ചെയ്യേണ്ടത്. ഒന്ന്, എക്കോണമിക്കൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ഒരുപാട് കടമായിട്ടിരിക്കുക. അന്നേരം കടം സോൾവ് ചെയ്യാൻ വീണ്ടും കടം എടുത്തുകൊണ്ടിരിക്കുന്നതല്ല സൊല്യൂഷൻ. എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ കാണുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടിക്കലി ആ കടത്തെ സോൾവ് ചെയ്യാൻ. പിന്നെ മിക്ക ആൾക്കാരും കടം പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കടം എടുത്തുകൊണ്ടിരിക്കും. അതല്ലല്ലോ അതിന്റെ സൊല്യൂഷൻ.
എന്താണോ പ്രാക്ടിക്കലി പറ്റുന്നത്, ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ത്യജിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും. അതിലൂടെ ആ ഒരു കടത്തിന്റെ ബാധ്യത തീരുകയാണെങ്കിൽ ഓക്കെ, അത്രത്തോളം ആ തലവേദന അങ്ങ് തീരുമെന്ന് വിചാരിക്കും. എന്നിട്ട് ഇനിയെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടി പോകുക. ഇൻകം വരാതെ കടം കൂട്ടിയത് കൊണ്ട് മാത്രം എക്കോണമിക്കൽ പ്രോബ്ലം സോൾവ് ആവുന്നില്ല. പിന്നെ സർവോപരി ഭഗവാന്റെ നാമവും ജപവും മുടക്കരുത്, അത് തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഹരേ കൃഷ്ണ. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം കേട്ടോ. ഭഗവതേ വാസുദേവായ. അവിടുത്തെ ഇളയപുത്രന്റെ വീരചരമത്തിൽ ദുഃഖിക്കരുത് മാതേ. കപടധാരിയായ ആ വിഷ്ണു നിന്നെ നേർക്കുനേർ വെല്ലുവിളിക്കുകയാ. കുറച്ചു മുമ്പ് നീ നിന്റെ പുത്രന് വധശിക്ഷ വിധിച്ചു. എന്നാൽ അവൻ തന്റെ ഭക്തനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇനി ഇതൊരു പുത്രനും പിതാവിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു സാധാരണ പോരാട്ടമേ അല്ല. ഇത് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. പ്രഹ്ലാദൻ എന്നതിപ്പോൾ ചാലിപ്പിന്റെ കയ്യിലിരിക്കുന്ന പാവ പോലെയാണ്. ചലിപ്പിച്ചാൽ ചലിക്കുന്ന വെറും ഒരു പാവ. അങ്ങനെയാണെങ്കിൽ അവൻ ഈ തൂണിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഹരേ കൃഷ്ണ. ലാസ്റ്റ് രംഗം നിങ്ങൾ കണ്ടില്ലല്ലോ, അപ്പോൾ ഇന്റർനെറ്റ് പോയി. എങ്ങനെയുണ്ട് ലാസ്റ്റ് രംഗം? നമുക്കൊന്നുകൂടെ കാണാം. വിഷ്ണു എല്ലായിടത്തും ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ ഈ തൂണിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ട്. ഭഗവതേ വാസുദേവായ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് പുതിയ സിനിമ വരികയാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ഭക്തരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന സിനിമയാണ്. എങ്ങനെയുണ്ട്? ആനിമേഷൻ മൂവിയാണ്. ഏപ്രിൽ 3 അത് തിയേറ്ററിൽ വരുന്നതായിരിക്കും. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അന്നേരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അന്നേരം ധർമ്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ധർമ്മത്തിൻ്റെ ഒടുവിൽ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. ഭഗവാന്റെ സുന്ദര രൂപം കാണാൻ പറ്റും. ഓടക്കുള്ളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്ദര രൂപത്തെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ അധർമ്മത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഹിരണ്യകശിപുവിനെ പോലെ ഈശ്വരനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒടുവിൽ ഭഗവാന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള രൂപം കാണേണ്ടി വരും. ഭഗവാൻ നേരിട്ട് വരണമെന്നില്ല, കാരണം ഹിരണ്യകശിപുവിനെ പോലെ ഒരു ഭക്തനുമല്ല നമ്മൾ. അദ്ദേഹം മരണരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരും. മരണം വളരെ ഭീകരമായിരിക്കും. നമ്മളിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കും. നമ്മുടെ ഈ ശരീരത്തെ തട്ടിയെടുക്കും. നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചതെല്ലാം നമ്മളിൽ നിന്ന് തട്ടിയെടുക്കും. പക്ഷേ ഭക്തരുടെ ജീവിതത്തിലും മരണം വരുമെങ്കിലും അവർ ഇതിനെല്ലാം അപ്പുറത്തായിട്ട്
ഒരു ശാശ്വതമായിട്ടുള്ള ശാന്തിയും സമാധാനവും സന്തോഷവും അവർക്കായിട്ട് കാത്തിരിക്കുന്നു. ഭക്തരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ജീവിതത്തിലും സമാധാനം കിട്ടും, അടുത്ത ജീവിതവും സമാധാനമായിട്ട്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേണൈസ്ഡ് ലൈഫാണ്. കള്ളും കുടിച്ച് അവിഹിത ബന്ധങ്ങളും പുലർത്തി എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷേ അതിലൂടെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ വേഷവിധാനമാണെങ്കിലും അവരുടെ കൾച്ചറാണെങ്കിലും പേരിന് വേണ്ടി മലയാളികൾ എന്നേ ഉള്ളൂ, എല്ലാ കൾച്ചറും മറന്നിരിക്കുകയാണ്. ആണുങ്ങളെ നോക്കൂ, പെണ്ണുങ്ങളെ നോക്കൂ, എല്ലാം അവരുടെ കൾച്ചറും മറന്നിരിക്കുകയാണ്. മൃഗങ്ങളെ പോലെ ജീവിക്കുന്നതാണ് പുരോഗതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. മൃഗീയ ജീവിതമാണ്, ആരുമായിട്ട് ഒരു ആത്മാർത്ഥതയില്ല. പന്നികളെ പോലെയും പട്ടികളെയും പൂച്ചകളെ പോലെ ആരുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാക്കാം, എന്തും തിന്നാം, എന്തും ചെയ്യാം. ഇത് മൃഗീയ ജീവിതമാണ്. അന്നേരം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും കാര്യങ്ങളൊക്കെ, കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത +1 പോകണം, +2 പോകണം, ഗ്രാജുവേഷന് വേണ്ടി പോകണം. അതേപോലെ മറ്റ് മതങ്ങളിൽ പറയുന്ന ഫ്രീഡം അത് അവർക്ക് വേണ്ടിയാണ്. ഉയർന്ന തത്വങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലുള്ള നിയമനിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവർ ക്രമേണ പുരോഗമിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ് അവർക്ക് നൽകുന്നത്. അന്നേരം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് ഒരുപാട് ടഫാണെന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ പോകുന്നത് വലിയ കാര്യമില്ല. അതൊരു പുരോഗതിയുടെ ലക്ഷണമല്ല, അത് അധപ്പതനത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ചിട്ട് മറ്റു മതങ്ങളിൽ പോയി വലിയ കാര്യത്തിൽ തോന്നുന്നെല്ലാം തിന്നാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അത് പുരോഗതിയല്ല. പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന തത്വങ്ങളെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുക. തിന്നുക, കുടിക്കുക, അപ്പിയിടുക എന്നതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് പട്ടിയും പൂച്ചകളും വരെ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. വി ഷുഡ് ബിക്കം ലീഡേഴ്സായിട്ട് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതാണ്. അല്ലാതെ തിന്നും കുടിച്ചും കള്ളും കഞ്ചാവും അടിച്ചിട്ട് ജീവിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഈ ലോകത്ത് നോക്കൂ, കള്ളും കഞ്ചാവും അടിക്കുന്ന ആർക്കെങ്കിലും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരുടെ കുടുംബത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത് വെറുതെയാണ്. ഇനി ഈ സിനിമാ നടന്മാർ ഇത്രയും കള്ളും കഞ്ചാവും അടിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. വളരെ ഫേമസ് ആയിട്ട് ഹിറ്റായിട്ട് നടക്കുന്ന നടന്മാരൊന്നും കള്ളും കഞ്ചാവിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നവരല്ല. സ്പോർട്സ് പേഴ്സണാലിറ്റികളെ നോക്കൂ, വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. വിരാട് കോഹ്ലി ഏറ്റവും ഫേമസ്, ആള് വെജിറ്റേറിയൻ ആണ്. സിൽവർസ്റ്റർ സ്റ്റാലോൺ, ആള് വെജിറ്റേറിയൻ ആണ്. ഇത്രയും കുറേ കാലം ഫീൽഡിലൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഡയറ്റിൽ ഫോളോ ചെയ്തേ പറ്റൂ. ഈവൻ മമ്മൂട്ടി അദ്ദേഹത്തെ പോലും നോക്കുകയാണെങ്കിൽ ആൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, കള്ളും വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. കഴിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? കള്ളും കഞ്ചാവും അടിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. തോന്നുന്ന പോലെ കണ്ണി കാണുന്ന പെണ്ണുങ്ങളുടെ പുറകിലും ആണുങ്ങളുടെ പുറകിൽ പോകുന്നവർക്കൊന്നും ഈ ലോകത്ത് ഒരു ബഹുമാനം കിട്ടത്തില്ലെന്നുള്ളതാണ്. അന്നേരം ഈ 4 കാര്യത്തിലും ആരാണോ ധർമ്മം പാലിക്കുന്നത് അവർക്ക് മാത്രമേ ഈ സമൂഹത്തിൽ എന്തെങ്കിലും വിലയുള്ളതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു കുറ്റബോധം ഇല്ലാതെ മരിക്കണോ, എങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ നിന്നും അപ്പുറത്തായിട്ട് ഉയർന്ന കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഭക്തർ ഇന്നലെ ചോദിച്ചിരുന്നു കുംഭമേളയെക്കുറിച്ച്. അതുകൊണ്ട് ഇന്നലെ മഹാഭാരതം പറഞ്ഞ് അത് കഴിഞ്ഞ് ഇനിയിപ്പം നാളെ രാവിലെ സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത്ര പേർക്ക് കേൾക്കണം കുംഭമേളയെക്കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഉണ്ട്. സെർച്ച് ചെയ്താൽ പോരെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കുംഭമേളയെക്കുറിച്ച് കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതാണ് മതി കുംഭമേള എന്താണെന്ന്. പിന്നെ പല ആൾക്കാരും ഫോർവേഡ് മെസ്സേജസ് ഒക്കെ അയച്ചു തരും. ഇതാണ് കുംഭമേള, 144 വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവമാണ്, എല്ലാവരും പോകേണ്ടതാണ്. എന്താണ് കുംഭമേള എന്ന് അറിയാൻ വേണ്ടി കുറേ പേര് സെർച്ച് ചെയ്യും. ഉടൻ തന്നെ
യൂട്യൂബിൽ വ്യൂസ് കൂടും. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ കുറേ ആൾക്കാരുണ്ട്. ഇതും അല്ലെങ്കിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന ആൾക്കാർ. നെറ്റിൽ സെർച്ച് ചെയ്താൽ പോരെ, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഗൂഗിളിലൊന്ന് അടിച്ചാൽ മതി, വാട്ട് ഈസ് കുംഭമേള. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, നെറ്റിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് കുംഭമേളയെ കുറിച്ച്. പിന്നെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര അനുസരിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഗുരുവിനെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം എന്താണ് ഈ കുംഭമേളയുടെ സംഭവം എന്ന് അറിയാം. നോക്കട്ടെ എത്ര പേർക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന്. കാരണം ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സാധനമാക്കി വെച്ചിരിക്കുന്നത്. അത് തോന്നുന്ന എന്തെങ്കിലും അതിനകത്ത് ഇടുന്നുള്ളതാണ്. ഭഗവാനായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഇതാണ് കുംഭമേള, അതാണ് കുംഭമേളം. കേരളത്തിൽ സമാധിയാണ് ഇപ്പോൾ തരംഗം. പ്രാണവായുവിനെ ഉയർത്തി അനാഥ ചക്രത്തിൽ നിന്ന് ഉയർത്തി വിശുദ്ധി ചക്രത്തിൽ നിന്ന് സഹസ്രാര ചക്രത്തിൽ. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൊള്ളാല്ലേ? രാത്രിക്ക് രാത്രി സമാധിയാക്കി. ഹരേ കൃഷ്ണ. ഓക്കെ, ഏതാണ് ആദ്യം അറിയേണ്ടത്? കുംഭമേളയല്ലേ? കുംഭമേള നമുക്ക് എല്ലാവർക്കും അറിയാം, സമുദ്രമന്ഥനം അല്ലേ? ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള ഭഗവാന്റെ ഉപദേശത്താൽ, കാരണം ദുർവാസ മുനിയിൽ നിന്ന് ലഭിച്ച ഒരു ശാപം ദേവന്മാരുടെ ശക്തികളൊക്കെ ക്ഷയിച്ചു, അവർക്ക് ജരാവ്യാധി ബാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ഭഗവാൻ അസുരന്മാരുമായിട്ട് സൗഹൃദത്തിലായിട്ട് അവരുമായിട്ട് ടീമപ്പ് ചെയ്ത് ഒരു സമുദ്രമന്ഥനം ചെയ്യണമെന്ന് പറഞ്ഞു. പാലാഴി സമുദ്രം. ആ മഥനത്തിലൂടെ ലഭിക്കുന്ന അമൃത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജരാവ്യാധിയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അമൃത് ഇങ്ങനെ കടഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളും വരും, അതിൽ അത്യാഗ്രഹം കാണിക്കരുത്, അവർക്ക് വേണ്ടുന്ന അവരെടുത്തോട്ടെ, പക്ഷെ നമുക്ക് വേണ്ടുന്ന അമൃതാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, തുടക്കത്തിൽ കാളകൂട വിഷമൊക്കെ വന്നു, അത് മഹാദേവൻ സ്വീകരിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് വന്നു, അവസാനം അമൃതകുംഭം വന്നു. അമൃതകുംഭം വന്ന സമയത്ത് ഭഗവാൻ ധന്വന്തരി മൂർത്തി വരികയാണ്. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുകയാണ് അസുരന്മാർ. ദേവന്മാർ വിഷമിച്ചിരിക്കുകയാണ്, ഭഗവാൻ ഇനി എന്ത് ചെയ്യും, അവന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ വേഷം മാറുകയാണ്. അതിസുന്ദരിയായിട്ടുള്ള ഒരു രൂപം എടുക്കുകയാണ്, മോഹിനി രൂപം. എന്നിട്ട് ഭഗവാന്റെ ചലനം കൊണ്ടും നോട്ടം കൊണ്ടും എല്ലാവരെയും മോഹിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഈ തരാൻ ഞാൻ എല്ലാവർക്കും. കാരണം അവിടെ ചെന്നപ്പോൾ അടിയാണ്, അസുരന്മാരെ തമ്മിൽ അടിയാണ്, ആരാദ്യം അമൃത് കഴിക്കുമെന്ന് വെച്ചിട്ട്. അന്നേരം ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാം. നിന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ദേവന്മാരെ അവിടെ നിന്ന് ഒളിച്ചു നോക്കുകയാണ്. അന്നേരത്തേക്ക് ഉടനെ പറഞ്ഞു, പാവം ദേവന്മാർ, അവർക്കും കുറച്ച് കൊടുത്താലോ, എന്തായാലും നമുക്ക് ഉണ്ടല്ലോ, പിന്നെ അവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ശക്തരാണല്ലോ. അന്നേരം പിന്നെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മാത്രം കിട്ടുവാണെങ്കിലാണെങ്കിൽ നിങ്ങളെക്കാട്ടി അവർ ശക്തി ആർജിക്കുന്നത്. അന്നേരം നിങ്ങൾ രണ്ടുപേരും അമൃത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ആരാണോ ശക്തർ അവർക്ക് ജയിക്കാമല്ലോ. എന്തായാലും നീ എന്ത് പറഞ്ഞാലും ഓക്കെയാണ് നമുക്ക് എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ മോഹിനിമൂർത്തി എന്ത് ചെയ്തു, ദേവന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അസുരന്മാർക്ക് കൊടുക്കുന്നതായിട്ട് അഭിനയിച്ചു, യഥാർത്ഥത്തിൽ കൊടുത്തില്ലെന്നുള്ളതാണ്.
അങ്ങനെ ഈ അന്നേരം ഇത് രാഹു കാണുകയാണ്. അന്നേരം രാഹു എന്ന് പിന്നെ ആ പേര് വരുന്നത്, അതിന് മുമ്പേ വേറൊരു പേരായിരുന്നു, ക്ഷമിക്കണം ഞാൻ അത് പേര് ഓർക്കുന്നില്ല. അന്നേരം ആ അസുരൻ വേഷം മാറി സൂര്യദേവനെയും ചന്ദ്രദേവന്റെ ഇടയ്ക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ദേവന്റെ വേഷത്തിലായതുകൊണ്ട് ഭഗവാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ വിചാരിച്ചാണ് നവഗ്രഹങ്ങളിൽ ഒരു 2 വേക്കൻസി ഉണ്ട്, അത് ഇവർക്ക് എന്തായാലും വേണം. എന്തായാലും അസുരന്മാരെ വിട്ടിട്ട് ദേവന്മാരുടെ ഇടയിൽ വന്ന് ഇരുന്നല്ലോ, പിന്നെ അമൃതം കൂടെ കഴിക്കാൻ താല്പര്യം കാണിച്ചല്ലോ, പിന്നെ എൻ്റെ കൈ കൊണ്ട് നല്ലൊരു പ്രസാദം കൂടെ എനിക്ക് കിട്ടുമല്ലോ, അത് തന്നെ ഒരു യോഗ്യതയാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നിട്ട് ആള് കഴിച്ച ഉടൻ തന്നെ സൂര്യദേവനും ചന്ദ്രദേവനും പറഞ്ഞു ഭഗവാൻ ഇത് അസുരനാണെന്ന് പറഞ്ഞു. ഭഗവാൻ ഉടനെ തന്നെ സുദർശന ചക്രം എറിഞ്ഞ് തലയിറക്കുകയാണ്. പക്ഷെ അമൃത് കഴിച്ചതിനാൽ ആൾക്ക് മരണം സംഭവിക്കത്തില്ല, അത് പൂർണ്ണമായിട്ട് ശരീരത്തിൽ വ്യാപിച്ചതുമില്ല. പക്ഷെ ആളിന് നവഗ്രഹങ്ങളിൽ 2 ഗ്രഹങ്ങളായിട്ട് മാറുകയാണ്. അന്നേരം മോഡേൺ സോളാർ സിസ്റ്റം അനുസരിച്ചുള്ള ഗ്രഹങ്ങളല്ല, ഇത് പ്രത്യേകമായിട്ടുള്ള 2 ഗ്രഹം, രാഹു കേതും. അത് ആ ഗ്രഹങ്ങൾ നമ്മുടെ മനുഷ്യരാശിയും ദേവന്മാരെ പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്രഹങ്ങളായിട്ട് കറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ വലിയൊരു യുദ്ധം നടന്നു. അസുരന്മാരും ഇത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ വലിയ യുദ്ധം നടന്നു. ദേവന്മാരും അസുരന്മാരും വലിയ ഭീകര യുദ്ധം നടന്നു. ആ സമയത്ത് ഭഗവാൻ ദേവേന്ദ്രന്റെ മകനായ ജയന്തന്റെ അടുത്ത് പറഞ്ഞു, ഈ അമൃത കുംഭം സൂക്ഷിച്ചു വയ്ക്കുക, അസുരന്മാരുടെ കൈ പെട്ടുപോയിരുന്നു. അന്നേരം ജയന്തൻ സ്ഥലം മാറ്റിക്കൊണ്ടേയിരുന്നു അമൃത കുംഭം വയ്ക്കുന്നത്. അന്നേരം ഈ സ്ഥലം മാറ്റുന്നതിൻ്റെ ഇടയിൽ അമൃത കുംഭത്തിൽ നിന്നും തുള്ളി 4 സ്ഥലങ്ങളിലായിട്ട് വീണു. ഒന്ന് പ്രയാഗ, ആ സ്ഥലത്ത് ത്രിവേണി സംഗമമുള്ള, അതായത് യമുനാ നദിയും ഗംഗാ നദിയും സരസ്വതി ദേവിയും ഒത്തൊരുമിക്കുന്ന ആ സ്ഥലത്ത്, പ്രയാഗ് ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നാസിക്, അവിടെയും ഗോദാവരി നദീതീരത്തും, പിന്നെ ഉജ്ജയിനിലും, പിന്നെ ഹരിദ്വാറിലും. അന്നേരം ഈ കുറച്ച് തുള്ളികൾ ഈ 4 സ്ഥലങ്ങളിലും വീണു എന്നുള്ളതാണ്. അന്നേരം അതിനുശേഷം അമൃത കുംഭം കൊണ്ടുപോയി ദേവന്മാരെ സൂക്ഷിച്ചു വെച്ചു. അസുരന്മാരെ എല്ലാവരെയും വധിച്ചു, അങ്ങനെ യുദ്ധത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ വീണ തുള്ളികൾ അത് ഭൂമി ദേവി ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. കാരണം അർഹിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ അത് പെടാൻ പാടില്ല. അവരുടെ ഉള്ളിൽ ഒരുപാട് ആധ്യാത്മിക ശക്തിയും പുണ്യവും വർദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാന്റെ അനുമതിയാൽ 12 വർഷത്തിൽ ഒരിക്കൽ ആ വീണ സ്ഥലത്ത് ആ അമൃതിന്റെ ആ ഒരു എഫക്റ്റ് അവിടെ പൊങ്ങി വരും എന്നുള്ളതാണ്. 12 വർഷത്തിലൊരിക്കൽ. അന്നേരം വ്യാഴഗ്രഹം ആ കറക്റ്റ് പൊസിഷൻ, അതായത് വ്യാഴഗ്രഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ആ സമയം അറിയാൻ വേണ്ടിയാണ്. വ്യാഴഗ്രഹം വരുന്നോണ്ടല്ല അവിടെ എഫക്റ്റ് വരുന്നത്. ഈ ഗ്രഹങ്ങൾ ക്ലോക്കാണ്, സമയം കാലവും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം വ്യാഴഗ്രഹം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, അതല്ല മെയിൻ എഫക്ട്, ഇത് ക്ലോക്കാണ്. അന്നേരം പല യൂട്യൂബിലെ ആൾക്കാർ അവരുടെ തോന്നിയ രീതിയിലാണ് പറയുന്നത്. അന്നേരം ആ സമയമാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ആ കാലചക്രം കറങ്ങി, അന്നേരം ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ കാലചക്രത്തിന്റെ പൊസിഷൻ അനുസരിച്ചാണ്. അതായത് ഒരു മെയിൻ ക്ലോക്ക് കറങ്ങുന്നുണ്ട്, കാലചക്രം. ആ കാലചക്രത്തിനോടനുബന്ധിച്ച് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം കാലചക്രത്തിന്റെ ഗതി നമുക്ക് അറിയാൻ പറ്റത്തില്ല. അന്നേരം ആ സമയത്തെ അറിയിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ക്ലോക്ക് ഉപയോഗിക്കുന്നത്, അതേപോലെ ഒരു വേൾഡ് ക്ലോക്കാണ് ഈ ഗ്രഹവ്യൂഹങ്ങൾ. അത് സമയവും കാലവും കാലാവസ്ഥയും അറിയാൻ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നും കൂടെ മനസ്സിലാക്കി, ഇനി മോശപ്പെട്ട കാലമാണ്, ഇനി കുറച്ചു തപസ്യ ചെയ്യൂ, ഇനി നല്ല കാലമാണ്, കൂടുതൽ സത്പ്രവൃത്തികൾ ചെയ്യൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗ്രഹവ്യൂഹങ്ങൾ കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഈ 12 വർഷത്തിലൊരിക്കൽ അവിടെ അമൃതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ കറക്റ്റ് ദിവ്യ മുഹൂർത്തത്തിൽ അവിടെ കുളിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറയും.
എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത്രയും ഞാൻ പറയുന്നത്, ബാക്കി നിങ്ങൾ പറയും. എനിക്കും വേണമെങ്കിൽ ഒരു വൈറൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എന്തുവാ, കുംഭമേളയുടെ രഹസ്യങ്ങൾ. എല്ലാവരും ഓടി വരും, എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൽ പറയുന്നെങ്കിൽ പിന്നെ അയ്യേ ഇത്രയേ ഉള്ളൂ. നാരായണ. എല്ലാവർക്കും ഈ അമൂല്യ സിദ്ധികൾ, മാജിക്കിലാണ് വിശ്വാസം. മാജിക്, മിറാക്കിൾ. ഓക്കെ, ഒരു മാതാജി പറയുന്ന അമരത്വം. ഓക്കെ, അതായത് അവിടെ കുളിച്ച ആരും ഇനി മരിക്കത്തില്ല, അതാണല്ലേ. ഓക്കെ, അടുത്ത മാതാജി പറയുന്നു മോക്ഷം, അതായത് അവരെല്ലാം നേരെ വൈകുണ്ഠത്തിലോട്ട് പോയി, അല്ലേ. ഗുരുജി, യു ആർ ഓൾസോ ഗോയിങ് ടു ദാറ്റ് പ്ലേസ്. ഹു സെഡ്? ഐ എം നോട്ട് ഗോയിങ് ടു കുംഭമേള. ഞാൻ പോകുന്ന വൃന്ദാവനത്തിലേക്കാണ്. ഓക്കെ, ഒരു ഭക്ത പറയുന്നു ആധ്യാത്മികമായി പുരോഗമിക്കാം. അടുത്ത ഭക്ത പറയുന്നു പുണ്യം. പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. മോക്ഷം കിട്ടിയതിന്റെ അർത്ഥം കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ മോക്ഷമായി, ഇനി അവർക്ക് പുനർജന്മമൊന്നുമില്ല, അല്ലേ. പാപമോക്ഷം. ഓക്കെ, മോക്ഷം. ഈ മോക്ഷത്തിന്റെ അർത്ഥം എന്താ? ഇനി അവർക്ക് പുനർജന്മം ഇല്ല എന്നാണോ? പുണ്യം വർദ്ധിക്കും. ഓക്കെ, എല്ലാരും അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ എന്തൊക്കെയോ പിടിക്കുകയാണ്. ഒരാൾ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, അന്നേരം ഒന്നും സംഭവിക്കാൻ ഇത്രയും പേർക്ക് പ്രാന്തുണ്ടോ? അന്നേരം അവിടെ വരുന്ന എല്ലാവർക്കും ഭ്രാന്താണെന്നാണ് വിചാരിക്കും. പാപമോചനം, അമൃതിന്റെ ഗുണം ലഭിക്കും. എന്താണ് അമൃതിന്റെ ഗുണം? പുണ്യം, ആധ്യാത്മിക പുരോഗതി. ഓക്കെ, അടുത്ത എന്തൊക്കെയാണ്? ഇതിന് മറുപടിയായിട്ട് ദേഹത്ത് നദിയിലെ കുറെ അഴുക്ക് പറ്റും. അങ്ങനെ ഒന്നും പറയുന്നു. ഒരു ഭക്ത പറയുന്നു ഞാൻ സ്നാനം ചെയ്തിരുന്നു അവിടെ. ഓക്കെ, അടുത്ത ഭക്ത പറയുന്നു മോഹക്ഷയം. പുതിയ വാക്ക്. ഒരിക്കൽ ഇത് ഞാൻ കുംഭമേളയുടെ ആ തീർത്ഥാടനത്തെ കൊച്ചായിട്ട് കാണുന്നതല്ല കേട്ടോ, ഞാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ശുകദേവ ഗോസ്വാമി ഭാഗവതം പറയാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ദേവന്മാര് വന്നു അമൃതകുംഭമായിട്ട്, ഇതേ അമൃതകുംഭമായിട്ട്. എന്നിട്ട് അവർ പറഞ്ഞു, തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിതം മരിക്കുമെന്നതല്ലേ പ്രശ്നം, ഒരു കാര്യം ചെയ്യൂ, ഈ അമൃതകുംഭം പരീക്ഷത്തിന് കൊടുക്കൂ. അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ. ഭക്ഷണം കടിച്ചിട്ട് പോകും, പക്ഷെ മരിക്കത്തുമില്ല. നല്ല കാര്യമല്ലേ. എന്നിട്ട് ആ ഭാഗവതം ഇല്ലേ നമുക്ക് തരുമെന്ന് പറഞ്ഞു. അതൊരു ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അമൃത കുംഭമാണോ അതോ ഭാഗവതമാണോ? ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പരമാചാര്യനായ ശ്രീല പ്രഭുപാദജി പറഞ്ഞത്. ശ്രീല പ്രഭുപാദജിക്ക് ജയ്. അമൃത കുംഭം അവിടെ വെച്ചിട്ട്, അത് പ്രഭുപാദജി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ശുകദേവ ഗോസ്വാമി പറഞ്ഞത് പ്രകാരം പറയുന്നു. ഭാഗവതോത്തമനായ നമ്മുടെ ശുകദേവ ഗോസ്വാമി പറയുക. എന്നാൽ എന്താ പറഞ്ഞത്? അമൃത കുംഭം പരീക്ഷന് കൊടുക്കൂ, അമൃത് നമുക്ക് നൽകാം, എന്നിട്ട് ആ ഭാഗവതം നമുക്ക് നൽകുന്നു. അന്നേരം ദേവന്മാർക്കും അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്. ഉടൻ തന്നെ ശുകദേവ ഗോസ്വാമി എന്താ പറയുന്നു? ഉടൻ തന്നെ ഒരു ഭക്തൻ പറയുന്നു, നൈമിഷാരണ്യത്തിൽ കുളിച്ചപ്പോൾ ഉണ്ടായ ഒരു സുഖം ഗുരുജി, ആ ഒരു സുഖം എങ്ങനെ എനിക്ക് കിട്ടുന്നു? അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആ പ്രഭു. പക്ഷെ ഭാഗവത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത്. അത്ര എളുപ്പമല്ല. കുളിക്കുന്നതിലൂടെ മാത്രം നമുക്ക് ആധ്യാത്മിക പുരോഗതി കിട്ടത്തില്ല.
ശില പ്രഭുപാദി ഭാഗവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, കുളിക്കാൻ വേണ്ടി മാത്രം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അത് മൃഗങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയുന്നു. തീർത്ഥസ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത് ആധ്യാത്മിക ഉയർച്ച, പുരോഗതി ലഭിച്ച ഭക്തരുമായിട്ടുള്ള സമ്പർക്കത്തിനാണ്. ഈ ലോകമെമ്പാടുള്ള തീർത്ഥസ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നു, പക്ഷെ ഭക്തരെ കാണാൻ നമ്മൾ പോകുന്നില്ല. ഭക്തരിൽ നിന്ന് ആധ്യാത്മിക പുരോഗതിക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പോകുന്ന എല്ലാം വെറുതെയാണ്. ഇത് ഭാഗവത്തിൽ പറയുന്നതാണ്. പറയുന്നു, മൃഗങ്ങൾ വരെ തീർത്ഥസ്ഥലത്തിൽ താമസിക്കുന്നുണ്ട്, അവരും കുളിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ആ തീർത്ഥങ്ങളെ തീർത്ഥമാക്കുന്ന ഭക്തരുമായിട്ടുള്ള സമ്പർക്കങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഭക്തർ എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ നടക്കുന്ന തീർത്ഥങ്ങളാണെന്നാണ് പറയുന്നത്. പോർട്ടബിൾ അല്ലെങ്കിൽ തീർത്ഥ ഇൻ മോഷനാണ്. അവര് പോകുന്നതെല്ലാം തീർത്ഥമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങനെയുള്ള ഭക്തരുടെ അടുത്തുള്ള സമ്പർക്കമാണ് നമ്മളെ പരിശുദ്ധീകരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഭക്തർ കുളിക്കുന്നത് ഗംഗാദേവിയെ പോലും പരിശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. ഗംഗാദേവി കുതിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ, പ്രഭുപാദ്ജിയും ഗുരു മഹാരാജിനെ പോലെയുള്ള പരിശുദ്ധ ഭക്തര് ആ ഗംഗയിൽ വന്നൊന്ന് കുളിക്കാൻ ഗംഗാദേവി ആഗ്രഹിക്കുന്നു, യമുനാമയ്യെ ആഗ്രഹിക്കുന്നു. കാരണം പാപികളെല്ലാം അവിടെ പാപം ഇറക്കി വെച്ചിട്ട് പോവുകയാണ്. ആ പാപങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും ഗംഗാദേവിയെ രക്ഷിക്കാനും യമുനാമയ്യെ രക്ഷിക്കാനും വേണ്ടി ഭക്തര് കുളിക്കുമ്പോഴാണ് അവരുടെ സാന്നിധ്യം വരുമ്പോൾ ഗംഗാദേവിക്ക് യമുനാമയ്യൊക്കെ ഒരുപാട് സന്തോഷം വരിക. മനസ്സിലാക്കും. അന്നേരം ശുകദേവ ഗോസ്വാമിയുടെ മുമ്പിൽ അമൃതകുംഭം കൊണ്ടുവന്നപ്പോ ശുകദേവ ഗോസ്വാമി ചിരിച്ചിട്ട് പറയുന്നു, ദേവന്മാരെ, വഴി കിടക്കുന്ന കല്ലുകൾ കണ്ടിട്ടില്ലേ? അതിനെന്തെങ്കിലും മൂല്യമുണ്ടോ? അമൂല്യമായിട്ടുള്ള രത്നവും കല്ലാണ്, വഴി കിടക്കുന്ന കല്ലും കല്ലാണ്. പക്ഷെ വഴി കിടക്കുന്ന കല്ല് എവിടെ? അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ എവിടെ? അതേപോലെ അമൃതകുംഭം എവിടെ? ശ്രീമദ് ഭാഗവതം എവിടെ? നിങ്ങൾ കച്ചവടത്തിനായിട്ട് വന്നിരിക്കുന്നു അല്ലേ? അമൃതകുംഭം നൽകിയിട്ട് ശ്രീമദ് ഭാഗവതം മേടിക്കാനായിട്ട്. അതുകൊണ്ട് ഇതൊന്നും, ഈ വിലയൊന്നും പോരാ, നിങ്ങൾ സ്ഥലം വിട്ടോളം പറഞ്ഞു. അന്നേരം പ്രയാഗ്രാജ് അത് തെറ്റാണെന്നല്ല. ഈ ലോകത്തിലുള്ള മഹാസൗഭാഗ്യമാണ് പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ പോയി കുളിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രയാഗ്രാജ് പോലും നമസ്കരിക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ തീർത്ഥസ്ഥലങ്ങൾ എല്ലാവരും കൈകൂപ്പി നിൽക്കുന്നു വൃന്ദാവനത്തിന്റെ മുമ്പിൽ. വൃന്ദാവനത്തെ പോലെ ഈ ലോകത്തിൽ വേറൊരു സ്ഥലമില്ല. ബദ്രിനാഥിന്റെ ക്ഷേത്രമോ ഈ ലോകത്തുള്ള ഒരു തീർത്ഥസ്ഥലങ്ങളോ, രാമേശ്വരമാണെങ്കിലും ഒരു സ്ഥലങ്ങളും വൃന്ദാവനത്തിന്റെ ഒരു അംശം പോലും ആകത്തില്ല. വൃന്ദാവനത്തിന്റെ ഒരു മൺതരിയുടെ അടുത്ത് എത്തത്തില്ല പ്രയാഗ്രാജ്. ത്രിവേണി സംഗമത്തിൽ എത്ര കുളിച്ചാലും വൃന്ദാവനത്തിൽ വന്നൊന്നു സ്പർശിക്കുന്നതിന് അടുത്തുപോലും എത്തത്തില്ലെന്ന് മനസ്സിലാക്കണം. കോടാനുകോടി പ്രാവശ്യം പ്രയാഗ്രാജിൽ പോയി കുംഭമേളയിൽ പങ്കെടുക്കുന്നതും വൃന്ദാവന മൺതരിയിൽ ഒരു പ്രാവശ്യം സ്പർശിക്കുന്നതും ഒരുപോലെയാണ്. സാക്ഷാൽ പ്രയാഗ്രാജ് പോലും കൈകുപ്പി നിൽക്കും വൃന്ദാവന മണ്ണിന്റെ മുമ്പിൽ. ദേവന്മാര് പോലും കൊതിക്കുന്നു ആ വൃന്ദാവന മണ്ണിൽ ഒന്ന് വരാനായിട്ട്. അന്നേരം ഈ ലോകത്ത് വൃന്ദാവനത്തിനെ പോലെ പവിത്രമായിട്ട് വേറൊരു സ്ഥലമില്ല. ഇതേ വൃന്ദാവനം തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന മായപുരം. അന്നേരം ഭഗവാന്റെ ഇതേ വൃന്ദാവനം തന്നെയാണ് ജഗന്നാഥ് പുരിയും. അന്നേരം ഭഗവാന്റെ വൃന്ദാവന ലീലകൾ നടന്ന ആ സ്ഥലം അതേപോലെ പവിത്രമായിട്ട് ഈ ലോകത്ത് വേറൊന്നുമില്ല. അന്നേരം നമ്മൾ ത്രിവേണി സംഗമത്തിൽ പോകണ്ടെന്നാണോ, പ്രയാഗ്രാജിൽ പോകണ്ടെന്നാണോ? പോകുന്നത് നല്ലതാണ്. പക്ഷെ അവിടെ കൂടുതലും വരുന്നത് യോഗികളാണ്. നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെയും വലിയ ഒരു സ്റ്റോൾ അവിടെയുണ്ട്. 1,00,000 പേർക്ക് ഭക്ഷണം എന്നും കൊടുക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭുപാദ്ജി പറയുന്നു, എല്ലാവരും
കുംഭമേളയിൽ പങ്കെടുക്കുന്നത് കുളിക്കാൻ വേണ്ടിയാണ്, പുണ്യം ശേഖരിക്കും. നമ്മൾ പോകുന്നത് പ്രചരണം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇത്രയും ലോകമെമ്പാടുമുള്ള ആൾക്കാർ അവിടെ ഒത്തുകൂടുന്നു. അവരെ ഇതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള പരമോന്നത മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അന്നേരം തീർച്ചയായിട്ടും ഇതൊന്നും കെട്ടുകഥകളല്ല. അവിടെ അമൃത കുംഭത്തിന്റെ ആ തുള്ളികൾ പൊങ്ങി വരൂ എന്നുള്ളത് തെറ്റല്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്നേരം ആ അമൃതിന്റെ സ്പർശനം നമുക്ക് ലഭിക്കുമ്പോൾ പുണ്യം വർദ്ധിക്കും. ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മോചനം ലഭിക്കും. പക്ഷെ വളരെ കുറച്ച് തുള്ളികൾ മാത്രമാണ്. അന്നേരം നമ്മുടെ ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, പുണ്യം വർദ്ധിക്കും, നമ്മുടെ ഉള്ളിൽ നല്ല ചിന്തകൾ വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് രാഹു പോലും അമൃത് കഴിച്ചു. അതിലൂടെ ഗ്രഹങ്ങളിൽ ഒരാളായിട്ട് മാറി. അല്ല, അസുരനായിട്ടുള്ള ഒരാള് ദേവന്മാരുടെ ഒരു ഭാഗമായിട്ട് മാറി. അതേപോലെ ആ കുളിക്കുന്നതിലൂടെ ഒരുപാട് പുണ്യം ആർജിച്ച് അവരുടെ ആസുരിക ചിന്തകളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ പറ്റും. പക്ഷെ മോക്ഷത്തിന്റെ വാതിൽ തുറക്കും എന്നാണ് പ്രഭുപാദി പറയുന്നത്. പക്ഷെ വാതിൽ തുറക്കുന്നത് കൊണ്ട് പ്രവേശിച്ചു എന്നല്ല. അതായത് അഡ്മിഷൻ കിട്ടി, പക്ഷെ പഠിത്തം തുടങ്ങിയിട്ടില്ല. അതായത് പ്രയാഗ്രാജിൽ കുളിച്ചു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലേക്കുള്ള താല്പര്യം വർദ്ധിക്കും. ഒരു 12 പ്രാവശ്യം മഹാകുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതായത് 144 വർഷം കുളിച്ചു കഴിഞ്ഞാൽ ഈ മഹാകുംഭമേളയിൽ കുളിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് താല്പര്യം, ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള താല്പര്യം വർദ്ധിക്കും. അന്നേരം ഈ 12 വർഷത്തിൽ ഒരിക്കലാണ് ഇത് പൊങ്ങി വരുന്നത്. അങ്ങനെ 12 വർഷം, അങ്ങനെയുള്ള 12 പ്രാവശ്യം കുളിക്കുന്നത് അത് ആർക്കും പറ്റത്തില്ല. 144 വർഷം. മനസ്സിലായില്ല? പക്ഷെ ചില യോഗികളുണ്ട്, അവരുടെ ആയുസിനെയൊക്കെ നീട്ടി, അവരുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയൊക്കെ പിടിച്ചു നിർത്തി, പ്രാണവായുവിനെ നിയന്ത്രിച്ചൊക്കെ അവർ ഒരുപാട് അവരുടെ ശരീരത്തെ നിയന്ത്രിക്കും. അതിലൂടെ അവർക്ക് 144 വർഷത്തിൽ കൂടുതൽ ജീവിച്ച പല യോഗികളുണ്ട്. പ്രഭുപാദി പറയുന്നുണ്ട്, അങ്ങനെയുള്ള പല യോഗികൾ അവിടെ വരാറുണ്ട്. ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. ഇതിൽ നിന്നും വലിയ അത്ഭുതമാണ് ഭക്തർ എന്ന് പറയുന്നത്. അന്നേരം ഇവർ ഇങ്ങനെ 12 പ്രാവശ്യം മഹാകുംഭമേളയിൽ പങ്കെടുക്കും. അന്നേരം ഇത് 3 വർഷത്തിൽ കുംഭമേളയുണ്ട്, 6 വർഷത്തിലുണ്ട്, 12 വർഷത്തിലുണ്ട്. അന്നേരം അങ്ങനെയുള്ള ഓരോ 12 വർഷം കുളിച്ച് 12 പ്രാവശ്യം കുളിച്ചു കഴിയുമ്പോൾ അവർ ഉടനെ ഭക്തരായി മാറുന്നില്ല. അന്നേരം ഇങ്ങനെ പിടിക്കണോ അതോ ഇങ്ങനെ പിടിക്കണോ, അത് നമ്മൾ നിശ്ചയിക്കും. അന്നേരം 144 വർഷത്തിന്റെ തപസ്യ നമ്മളെ ഭക്തരാക്കുമെങ്കിൽ ഡയറക്ട്ലി ഒരു ഭക്തൻ പറയുന്നത് കേട്ടങ്ങ് ഭക്തരായ പോരെ. പക്ഷെ പൊതുവെ എന്താണെന്നറിയാമോ, ആൾക്കാർ എവിടെ കൂടുന്നോ അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തായിട്ട് ആണ് ഭക്തി എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഇത്രയും ആൾക്കാർ ഒത്തുകൂടുന്നതല്ലേ, അവിടെ എന്തെങ്കിലും ഒരു സംഭവം കാണും. അതാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. അതിൽ യാഥാർത്ഥ്യം ഉണ്ട്, പക്ഷേ അതിൻ്റെ വാസ്തവികത നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ വൃന്ദാവനമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലം. വൃന്ദാവനത്തിനെ പോലെ ഈ ലോകത്ത് വേറൊരു സ്ഥലമില്ല. ഇനി ആ വൃന്ദാവനം ലോക്കായി കിടക്കുകയാണ്. അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഒരു ഭക്തൻ വേണം. ആ ഭക്തന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോഴാണ് നമുക്ക് വൃന്ദാവനത്തിൽ പോകാൻ കഴിയുന്നത്. എനിക്ക് പ്രയാഗ്രാജിൽ പോകണ്ട എന്നല്ല താല്പര്യം, എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം മൊത്തം വൃന്ദാവനമാണ്. ഇപ്രാവശ്യം ഞാൻ പോകുന്നത് പ്രയാഗ്രാജിലല്ല, ഞാൻ പോകുന്നത് എൻ്റെ ബർസാനയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ സ്വാമിനി, എൻ്റെ എല്ലാമായ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനും അമ്മയായ രാധാകൃഷ്ണൻ്റെ സ്ഥലം. അവിടെയാണ് ഞാൻ പോകുന്നത്. അവിടെ മാത്രം പോകാനാണ് എനിക്ക് ആഗ്രഹം, വേറെ എങ്ങും പോകാൻ എനിക്ക് ആഗ്രഹമില്ല. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സ്ഥലം, നമ്മുടെ ശ്രീമതി രാധാരൻ്റെ സ്ഥലം, അത് മോരോ വൃന്ദാവൻ. ബ്രജഭാഷയിൽ പറയും മോരോ വൃന്ദാവൻ. മോരോ വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വൃന്ദാവൻ. അന്നേരം നമ്മുടെ എല്ലാവരുടെയും വീടാണ് വൃന്ദാവനം. നമ്മളെല്ലാവരും അവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ വൃന്ദാവനവാസികളാണ്, പക്ഷെ നമ്മളത് മറന്നുപോയിരിക്കുകയാണ്. അന്നേരം നമ്മൾ വൃന്ദാവനവാസികളാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഒരു ബ്രജവാസിയെ പോലെ ചിന്തിക്കണം, ബ്രജവാസിയെ പോലെ പ്രവർത്തിക്കണം, ഒരു ബ്രജവാസിയെ പോലെ ശ്വാസം എടുക്കണം.
എന്താണ് ബ്രജവാസിയെ പോലെ ശ്വാസം എടുക്കുന്ന പറഞ്ഞാൽ ഓരോ ശ്വാസവും നമ്മുടെ ഗുരുവായൂരപ്പന് വേണ്ടിയായിരിക്കണം. ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ സർവസ്വവും സമർപ്പിക്കണം. അതുകൊണ്ട് പിന്നെ ഇത് നല്ലൊരു അവസരമാണ് വൃന്ദാവനത്തിൽ പോകാൻ. കാരണം എല്ലാവരും നേരെ പ്രയാഗ്രാജിലായിരിക്കും. അന്നേരം വൃന്ദാവനത്തിൽ കുറച്ച് ചിലപ്പോൾ തിരക്ക് കുറയുന്ന സമയമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല ചാൻസ് ആണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നോ അപ്പോഴൊക്കെ വൃന്ദാവനത്തിലേക്ക് കൊടുക്കുക. ഗുരുവായൂരപ്പന്റെ കാരണത്താൽ, രാധാറാണിയുടെ കാരണത്താൽ അവിടെ ഒരു ആശ്രമമുണ്ട്. എപ്പോൾ നിങ്ങൾക്ക് വൃന്ദാവനത്തിൽ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നിങ്ങൾ അങ്ങോട്ട് പോകാൻ കഴിയും. പക്ഷെ അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കണം. എന്താ? അവൻ്റെ നാമം ജപിക്കണം. കാരണം സാക്ഷാൽ പ്രയാഗ്രാജ് പോലും കൈകൂപ്പി നിൽക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. ആ വൃന്ദാവനത്തിൽ ബർസാന എന്ന് പറഞ്ഞാൽ ആ ബർസാനയിൽ ഇരിക്കുന്ന ശ്രീമതി രാധാറാണിയുടെ ക്ഷേത്രം നിൽക്കുന്നത് ബ്രഹ്മദേവന്റെ തലയിലാണ്. ബ്രഹ്മദേവൻ സ്വയം ഒരു കുന്നായിട്ട് മാറുകയാണ് രാധാറാണിയുടെ ആ തൃപ്പാദത്തെ സ്വീകരിക്കാൻ വേണ്ടി. ഹരിബോൾ. സാക്ഷാൽ മഹാദേവൻ പോലും വൃന്ദാവനത്തിൽ ഒരു കുന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു പോലും ഒരു കുന്നായിട്ട് മാറുന്നുണ്ട്. ത്രിമൂർത്തികളെല്ലാം അവിടെ കുന്നായിട്ട് നിൽക്കുകയാണ്. അതാണ് വൃന്ദാവനത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് ഒരുപാട് സമയം മുന്നോട്ട് പോയി, ക്ഷമിക്കണം. വൃന്ദാവനത്തെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഈ ലോകത്ത് വേറെയില്ല. പക്ഷെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മളെപ്പോഴും ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച്. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് നെറ്റ് പോയി. അന്നേരം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. പക്ഷേ എപ്പോഴും ഭക്ത കൂട്ടായ്മയിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ആ ഒരു സ്ഥലം ലോക്കായി കിടക്കുകയാണ്, നമുക്ക് ആക്സസിബിൾ അല്ല. അല്ലെങ്കിൽ എത്രയോ പേര് പോകുന്നുണ്ട് വൃന്ദാവനത്തിൽ പോലും, പക്ഷെ അവർക്ക് എല്ലാം ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ കഴിയുന്നുണ്ടോ? ഇനി വൃന്ദാവനത്തിലുള്ള വ്യക്തികൾ പോലും അവരുടെ ജീവിത രീതിയിൽ ചില സമയത്ത് ചില വ്യക്തികൾ നമുക്ക് ഭക്തർക്ക് ചേരാത്ത ചില പ്രവർത്തികളൊക്കെ കാണാൻ കഴിയും. കാരണം ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വൃന്ദാവനത്തിൽ ഇരിക്കുമ്പോഴാണ് വൃന്ദാവനം എന്താണ് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമുക്ക് വൈകുന്നേരം മഹാഭാരതത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് പ്രയാഗ്രാജിൽ പോകണ്ട എന്നല്ല, പക്ഷെ സാക്ഷാൽ പ്രയാഗ്രാജ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥസ്ഥലമായി കാണുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുന്ന ആ പ്രയാഗ്രാജ് പോലും കൈകൂപ്പി നിൽക്കുന്നു ഭഗവാന്റെ മുമ്പിൽ, ഭഗവാന്റെ വൃന്ദാവനത്തിന് മുമ്പിൽ. ബ്രഹ്മദേവൻ പോലും കൈകൂപ്പി നിൽക്കുന്നു, സാക്ഷാൽ മഹാദേവൻ കൈകൂപ്പി നിൽക്കുന്നു, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു പോലും കൈകൂപ്പി നിൽക്കുന്നു. അതാണ് വൃന്ദാവനം. കാരണം ആ വൃന്ദാവനത്തിൽ ആദിപുരുഷനായ സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്, സാക്ഷാൽ ശ്രീമതി രാധാറാണിയുണ്ട്. പരമോന്നത ആരാധന എന്ന് പറഞ്ഞാൽ രാധാ സമേതനായിട്ട് ശ്രീമതി രാധാ സമേതനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക. കാരണം ആദിപരാശക്തിയാണ് ശ്രീമതി രാധാറാണി. ആദിപുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവർക്കപ്പുറത്തായിട്ട് ഈ ലോകത്തിൽ വേറൊന്നുമില്ല. സർവചരാചരങ്ങളും ഇവരുടെ സേവനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ഏറ്റവും വലിയ തീർത്ഥം വൃന്ദാവനം മാത്രമാണ്. ഇനി ആ വൃന്ദാവനത്തിലെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തര്, പ്രഭുപാദ്ജിയും ഗുരുമഹാരാജിനെ പോലുള്ള ഭക്തര്, അവർ സ്വയം തീർത്ഥങ്ങളാണ്. ഇത് നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ അനുഭവിച്ചറിയാൻ പറ്റും. വൃന്ദാവനത്തിൽ പോകുമ്പോൾ പ്രഭുപാദ്ജിയുടെ ആ സമാധി മന്ദിരമുണ്ട്. അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം വന്നതാണ്. ഭഗവാൻ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും, ഭഗവാന്റെ സാന്നിധ്യം. അന്നേരം ഇത്രയും പവിത്രമായിട്ട് ഈ ലോകത്തിൽ വേറൊന്നുമില്ല. പക്ഷേ ഒന്നുമില്ലാത്തതിനെക്കാട്ടി എന്തെങ്കിലും നല്ലതാണെന്ന് പറയുന്ന പോലെ ഇത്രയും എന്താ പറയുന്നേ, ഭഗവാനെ മറന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ചു പേരെങ്കിലും ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്
ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ പോകുമ്പോഴാണ് അവിടെ പോകുന്നതിൻ്റെ പരിപൂർണ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ എല്ലാം അപൂർണമായിട്ട് പോകുന്നുള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സത്സംഗം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻസിലിടുക. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ എന്നെ സഹായിക്കുക. ഹരേ കൃഷ്ണ.